നമസ്കാരം, ന്യൂസ് നൈറ്റിലേക്ക് സ്വാഗതം. ടി വാസുദേവൻ നായരുടെ നോവൽ രണ്ടാം മൂഴത്തെ അടിസ്ഥാനമാക്കി ശ്രീകുമാർ മേനോൻ ഒരുക്കുന്ന ചിത്രം മലയാളത്തിൽ പുറത്തിറങ്ങുക രണ്ടാം മൂഴം എന്ന പേരിൽ തന്നെ. മറ്റു ഭാഷകളിൽ ചിത്രം മഹാഭാരത എന്ന പേരിൽ പുറത്തിറങ്ങും. ചിത്രത്തിന് പിന്തുണ തേടി അടുത്ത ആഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുമെന്ന് നിർമ്മാതാവ് ബി.ആർ. ഷെട്ടി അബുദാബിയിൽ വ്യക്തമാക്കി. ടിയുടെ രണ്ടാം മൂഴം എന്ന നോവൽ മലയാളികൾക്ക് ഏറെ സുപരിചിതമാണ്. ഇക്കാരണത്താലാണ് മലയാളത്തിൽ ചിത്രം അതേ പേരിൽ തന്നെ പുറത്തിറക്കുന്നതെന്ന് സംവിധായകൻ ശ്രീകുമാർ മേനോൻ പറഞ്ഞു. ചിത്രത്തിന്റെ പേര് സംബന്ധിച്ച കേരളത്തിൽ ഉയർന്ന വിവാദമല്ല രണ്ടാം മൂഴം എന്ന് പേരിടാൻ കാരണമെന്നും സംവിധായകൻ വ്യക്തമാക്കി. കേരളത്തിൽ ഉയർന്ന പ്രതിഷേധം ഒറ്റപ്പെട്ട അഭിപ്രായം മാത്രമാണെന്നും ശ്രീകുമാർ മേനോൻ പറഞ്ഞു. In other languages, we are going to title this Mahabharata based on M.T. Vasudevan Nayar's Randamoolam. And don't take it as a conceding thing. Now, why should you take it as a conceding thing? അടുത്ത വർഷം മെയ്യിൽ അബുദാബിയിലായിരിക്കും സിനിമയുടെ ചിത്രീകരണം തുടങ്ങുക. 2.5 മണിക്കൂർ ദൈർഘ്യമുള്ള 2 ഭാഗങ്ങളായിട്ടായിരിക്കും ചിത്രം പുറത്തിറങ്ങുക. സിനിമയ്ക്ക് പിന്തുണ തേടി അടുത്തയാഴ്ച പ്രധാനമന്ത്രിയെ കാണുമെന്ന് നിർമ്മാതാവ് ബി.ആർ. ഷെട്ടി പറഞ്ഞു. On 7th, I asked for the date. If he is kind enough to give me the date, we will explain him and we will take his blessing again. Though I received a letter from them congratulating us, and it's a good idea to making India to the whole world. ചിത്രത്തിലെ മറ്റ് താരങ്ങളെയും സാങ്കേതിക പ്രവർത്തകരെയുമെല്ലാം 100 ദിവസത്തിനുള്ളിൽ പ്രഖ്യാപിക്കും. പല ഭാഷകളിലെയും സൂപ്പർ താരങ്ങൾ ചിത്രവുമായി സഹകരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ച് സമീപിക്കുന്നുണ്ടെന്നും ശ്രീകുമാർ മേനോൻ പറഞ്ഞു. ഷിജോ ജോസ്, റിപ്പോർട്ടർ, അബുദാബി. ശ്രീകുമാർ മേനോൻ, സംവിധായകൻ പി.എസ്. ശ്രീധരൻപിള്ള, സാബു ചെറിയാൻ, സുനിൽ പി. ഇളയിടം, ശശികല ടീച്ചർ തുടങ്ങിയവരാണ് വിവിധ സ്റ്റുഡിയോകളിലും ടെലിഫോൺ ലൈനിലും നമ്മോടൊപ്പമുള്ളത്. ആദ്യം ശ്രീകുമാർ മേനോൻ, മലയാളത്തിൽ രണ്ടാം മൂഴം, മറ്റ് ഭാഷകളിൽ മഹാഭാരത, അങ്ങനെ 2 പേരുകൾ ഒരു സിനിമയ്ക്ക് എന്ന് തീരുമാനിച്ചത് എന്തുകൊണ്ട്? ഇത് ആദ്യത്തെ തന്നെ തീരുമാനമായിരുന്നു. ഇതൊരു പുതിയ തീരുമാനമല്ല. കാരണം M.T. വാസുദേവൻ നായർ സാർ ഇത് എനിക്ക് സ്ക്രിപ്റ്റ് തരുമ്പോൾ തന്നെ അത് രണ്ടാം മൂഴം എന്ന പേരിൽ തന്നെയാണ് സ്ക്രിപ്റ്റ് തന്നത്. അപ്പോൾ മലയാളത്തിൽ രണ്ടാം മൂഴം എന്ന പേരിൽ വളരെ വിഖ്യാതമായ നോവലാണിത്, എല്ലാവർക്കും പരിചിതമായ നോവലാണിത്. അപ്പൊ രണ്ടാം മൂഴം മലയാളത്തിൽ സിനിമയാകുമ്പോൾ അത് രണ്ടാം മൂഴം തന്നെയാണ് പേര്, അതിന് ഉചിതമായ പേര് എന്നുള്ളത് ആദ്യം തന്നെ തീരുമാനിച്ചതാണ്. പിന്നെ രണ്ടാം മൂഴത്തിന് വേറൊരു എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. പക്ഷെ അത് മറ്റു ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മറ്റു ഭാഷകളിൽ ചെയ്യുന്ന സമയത്ത് പിന്നെ M.T. വാസുദേവൻ നായർ കൃതിക്ക് തന്നെ പല പേരുകളാണ്. ഭീമായനം എന്നാണ് കന്നഡത്തില്, ഇരണ്ടാം സുട്ര് എന്നുള്ളതാണ് തമിഴില്, ദൂസരി ബാരി എന്നുള്ളതാണ് ഹിന്ദിയില്, ഇംഗ്ലീഷിൽ 2 പതിപ്പുണ്ട്. ഒന്ന് സെക്കൻഡ് ടേണും ഇപ്പൊ മാക്മില്ലൻ പിന്നെ പ്രസിദ്ധീകരിച്ചതിൽ അതിന്റെ പേര് ഭീമാ ദി ലോൺ വാരിയർ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ മഹാഭാരതം എന്നുള്ള പേര് മറ്റു ഭാഷകളിലും അതിന്റെ മുഴുവൻ പേര് എന്ന് പറഞ്ഞാൽ മഹാഭാരത ബേസ്ഡ് ഓൺ M.T. വാസുദേവൻ നായേഴ്സ് നോവൽ രണ്ടാം മൂഴം എന്നുള്ളതാണ് നമ്മളുടെ ടൈറ്റിൽ ഇൻ അതർ ലാംഗ്വേജസ്. ആൻഡ് മലയാളത്തിൽ പരിചിതമായ പേരായതുകൊണ്ട്, മലയാളത്തിൽ വളരെ വിഖ്യാതമായ പ്രസിദ്ധമായ നോവലായതുകൊണ്ട് രണ്ടാം മൂഴം എന്നതിന്റെ പേര് വെച്ചു. അതൊരു പുതിയ തീരുമാനമല്ല, അതൊരു പഴയ തീരുമാനം തന്നെയായിരുന്നു. ശ്രീകുമാർ, രണ്ടാം മൂഴത്തിൻ്റെ ഇംഗ്ലീഷ് തർജ്ജമ വന്നപ്പോൾ അന്ന് പേര് വന്നത് സെക്കൻഡ് ടേൺ എന്നായിരുന്നു, മറ്റൊരു പതിപ്പിന് ഭീമ ലോൺ വാരിയർ എന്നായിരുന്നു. അപ്പോൾ മലയാള ഭാഷയിൽ പുറത്തിറങ്ങിയ രണ്ടാം മൂഴത്തിന് തർജ്ജമയുണ്ടായപ്പോൾ അതിന് ഇംഗ്ലീഷ് പേരുകളായി ഇവയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ സിനിമയാകുമ്പോൾ അതിന് മഹാഭാരതമാകുന്നത് എന്തുകൊണ്ട്? കാരണം രണ്ടാം മൂഴം മഹാഭാരതത്തിനെ അധിഷ്ഠിതമാക്കി എഴുതിയ ഒരു നോവലാണല്ലോ. അപ്പൊ ഇത് മഹാഭാരത കഥ തന്നെയാണ് രണ്ടാം മൂഴം. അപ്പൊ മഹാഭാരതത്തിൽ M.T. വാസുദേവൻ നായർ വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. അദ്ദേഹം മൂലകൃതിയിൽ വ്യാസന്റെ ചില മൗനങ്ങളെ അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്തിട്ടുണ്ട് എന്നല്ലാതെ വസ്തുതാപരമായ ഘടനയിലോ വസ്തുതാപരമായ മാറ്റങ്ങളൊന്നും അദ്ദേഹം വരുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് പുറത്തും ഇംഗ്ലീഷിലും അതുപോലെ മറ്റു ഭാഷകളിൽ പോകുമ്പോൾ ഇതൊരു മഹാഭാരത കഥയായി അവതരിപ്പിക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ കണ്ടെത്തൽ. ശശികല ടീച്ചർ, ഹിന്ദു ഐക്യവേദിയുടെ ശ്രീമതി ശശികല ടീച്ചർ, കേരളത്തിൽ രണ്ടാം മൂഴം എന്ന പേരിലും മറ്റ് ഭാഷകളിൽ അത് മഹാഭാരത എന്ന പേരിലുമാണ് അറിയപ്പെടുക. ഇതിനകം ഹിന്ദു ഐക്യവേദി ഉയർത്തിയ പ്രതിഷേധത്തിന് ഫലപ്രാപ്തി എന്നുള്ള നിലയിലാണോ ഇതിനെ കാണേണ്ടത്? ഹിന്ദു ഐക്യവേദി ഉയർത്തിയ പ്രതിഷേധം ശരിയാണ് എന്ന് കാണുന്നു. അതോടൊപ്പം ഫലപ്രാപ്തിയായില്ല. കാരണം ഫലപ്രാപ്തി എന്ന് പറഞ്ഞാൽ മഹാഭാരതം കേരളത്തിന്റെ മാത്രം ഒരു കൃതിയല്ല, അത് ഭാരതത്തിന്റെ ഇതിഹാസമാണ്.
അപ്പൊ അത് ഭാരതത്തിനകത്തും ഭാരതത്തിന് വെളിയിലും ഒരു സിനിമയായിട്ട് പോകുന്ന സമയത്ത് മഹാഭാരതം എന്നൊരു പേരിൽ ഒരു സിനിമ ഇറങ്ങുമ്പോൾ അത് മഹാഭാരതത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം. നേരെ മറിച്ച് രണ്ടാമൂഴത്തെ അടിസ്ഥാനപ്പെടുത്തി സിനിമ എടുക്കുന്നതിൽ അപാകതയില്ല. പക്ഷെ അത് രണ്ടാമൂഴം എന്ന് തന്നെയായിരിക്കണം. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിന് ഇംഗ്ലീഷ് പരിഭാഷ വന്നപ്പോൾ സെക്കൻഡ് ടേൺ എന്നും ഭീമ എന്നും ഒക്കെ ഇട്ടിടണമെങ്കിൽ തീർച്ചയായും അത്തരം പേരുകളിലോ അതല്ല ഇനി ഇതിന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉദ്ദേശിക്കുന്ന മറ്റേത് പേരിലോ ഇടാം. പക്ഷെ മഹാഭാരതം എന്ന പേരിൽ അത് ഇറക്കരുത്. ഇത് ഒരുതരം ശരിക്കും പറഞ്ഞാൽ നമ്മള് സാമ്പത്തികമായ അല്ലെങ്കിൽ ഇതിന്റെ ഒരു വിജയത്തിന് ഇതൊരു കളിയാണോ എന്ന് തോന്നുന്ന വിധത്തില്. കാരണം കേരളത്തിൽ രണ്ടാമൂഴത്തിന് പ്രസക്തിയുണ്ട്, MT വാസുദേവൻ നായർക്കുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ അത് രണ്ടാമൂഴം എന്ന് ഇറങ്ങിയാലും വിജയിക്കും. പക്ഷെ മുഴുവൻ ഇന്ത്യയിലും പുറത്തും അത് വിജയിക്കണമെങ്കിൽ വ്യാസന്റെ മഹാഭാരതത്തെ തന്നെ ആശ്രയിക്കണം എന്നാണ് കാണുന്നത്. അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഇക്കാര്യത്തിൽ ഞാൻ സുനിൽ പി ഇളയിടം പ്രകടിപ്പിച്ചൊരു അഭിപ്രായം ശ്രദ്ധയിൽപ്പെടുത്താം. വ്യാസൻ രചിച്ച ഏക പാഠമായി മഹാഭാരതം ഒരിക്കലും നിലനിന്നിട്ടില്ല. വ്യാസൻ എന്ന ഏക കർത്താവിൻ്റെ സൃഷ്ടിയല്ല മഹാഭാരതം. അങ്ങനെ ഒരു ഏക കർത്താവിൻ്റെ സൃഷ്ടിയല്ല. അങ്ങനെ ഒരു കർത്താവ് മഹാഭാരതത്തിന് പിന്നിലില്ല. വ്യാസൻ എന്ന പദത്തിന് സംശോധകൻ, പരിശോധകൻ എന്നൊക്കെയാണ് അർത്ഥം. നാടോടി ആഖ്യാനങ്ങൾ മുതൽ നോവലുകളും നാടകങ്ങളും ചലച്ചിത്രവും വരെ അനവധി പാഠങ്ങളായാണ് മഹാഭാരതം ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇത്രയും കാലത്ത് നമ്മൾ ഇവിടെ വിദ്യാലയങ്ങളിൽ പഠിപ്പിച്ചതും അല്ലെങ്കിൽ അത് മൊത്തം തെറ്റാണ്. ഭാരതത്തിന്റെ ഇതിഹാസം എന്നുകൊണ്ട് രാമായണം, മഹാഭാരതം എന്നാണ് നമ്മൾ പരിചയപ്പെടുത്തിയത്. ആ മഹാഭാരതത്തിന് കൂട്ടിച്ചേർക്കലുകൾ വന്നിട്ടുണ്ടാകാം. പക്ഷെ അത് അതിന്റെ കഥാഗതിക്ക് അനുസൃതമായ കൂട്ടിച്ചേർക്കലുകളാണ്. നേരെ മറിച്ച് ഇവിടെ മറ്റൊരു രൂപത്തിലാണ്. വ്യാസന്റെ മാനസപുത്രന്മാരാണ് അതിലത്തെ കഥാപാത്രങ്ങൾ. ആ കഥാപാത്രങ്ങളുടെ മൂടും അല്ലെങ്കിൽ അതിന്റെ ആത്മാവ് തന്നെ മാറ്റിയെടുത്തുകൊണ്ടുള്ള ഒരു രചനയാണ് രണ്ടാമൂഴം. അങ്ങനെ രചന നടത്തുന്നതുകൊണ്ട് കുഴപ്പമില്ല. ആ രചനയിൽ ആ കഥാകൃത്തിനെങ്കിലും വിശ്വാസം വേണം. തന്റെ പേരില് അത് രണ്ടാമൂഴം എന്ന പേരിട്ട MT വാസുദേവൻ നായർക്ക് അതിൽ അദ്ദേഹത്തിന് വിശ്വാസം വേണം. അതുകൊണ്ട് തന്നെ അത് വിജയിപ്പിക്കാൻ കഴിയുമെന്നത്. മറ്റു നമ്മൾ ഇത്തരം ഗഹനമായ ഗവേഷണത്തിലേക്കൊന്നും ഇങ്ങനൊരു പേരിടാൻ വേണ്ടി പോകണ്ട. ഇങ്ങനൊരു പേരിടാൻ ആ ഗവേഷണം അത് സഹായകമല്ല. കാരണം മഹാഭാരതത്തിൽ കൂട്ടിച്ചേർക്കലുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ കൂട്ടിച്ചേർത്തത് ഒക്കെ കൂടെ ചേർത്തുകൊണ്ട് MT വാസുദേവൻ നായരുടെ രണ്ടാമൂഴത്തിലേക്ക് അതിനെ ഒതുക്കാൻ കഴിയില്ല. കൂട്ടിച്ചേർക്കലുകൾ കാലാനുസൃതമായി ഇത്തരം മഹാകാവ്യങ്ങളിലൊക്കെ വന്നിട്ടുണ്ടാകാം. അതില്ല എന്ന് ആരും പറയുന്നില്ല. അത് ഏത് കൃതിയിലും വന്നിട്ടുണ്ടാകാം. അത് വെച്ചുകൊണ്ട് അതിന്റെ പേര് മാറ്റാൻ സാധിക്കും. തുടരുക. ശ്രീകുമാർ, ശശികല ഒരു ഭീഷണിയായി താങ്കൾ കാണുന്നുണ്ടോ? ഈ സിനിമ കാണുന്നുണ്ടോ? അതൊരു ഭീഷണിയായിട്ടൊന്നും കാണുന്നില്ല. കാരണം അവർ മനസ്സിലാക്കിയ ചില വസ്തുതകളെ അടിസ്ഥാനപ്പെടുത്തി അല്ലെങ്കിൽ അവർ മനസ്സിലാക്കിയ ചില കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി അല്ലെങ്കിൽ അവരുടേതായ ഒരു അഭിപ്രായം പറഞ്ഞു. ആ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. ആ അഭിപ്രായത്തിനെ ഞങ്ങൾ വളരെ ഒരു മോശമായ രീതിയിലോ അല്ലെങ്കിൽ അതിന് വേറെ ഭീഷണിയായിട്ടോ ഒന്നും നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഒരു അഭിപ്രായ പ്രകടനമായിട്ട് മാത്രമേ അത് ഞങ്ങൾ കാണുന്നുള്ളൂ. അപ്പൊ നമ്മൾ ഇതിനെ വളരെ വ്യക്തമായിട്ട് MT വാസുദേവൻ നായരുടെ നോവൽ രണ്ടാമൂഴത്തെ അടിസ്ഥാനമാക്കിയുള്ള മഹാഭാരതം എന്നാണ് ഇതിന്റെ ടൈറ്റിൽ. അതുകൊണ്ട് തന്നെ അത് സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. ഇനിയൊരു വിവാദത്തിന് ഇനി പ്രസക്തി ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ ശശികല ടീച്ചർ, ഇതിനകത്ത് മഹാഭാരതം എന്നല്ല പറയുന്നത്, MT വാസുദേവൻ നായരുടെ രണ്ടാമൂഴം എന്ന നോവലിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള മഹാഭാരതം എന്നാണ് പേര്. അത് മഹാഭാരതത്തെ അടിസ്ഥാനപ്പെടുത്തി തന്നെ ഞാൻ ഉത്തരം പറയാമെന്ന് തോന്നുന്നു. അശ്വത്ഥാമ ഹത, യുധിഷ്ഠിരൻ പറഞ്ഞത് ഉറക്കെ പറഞ്ഞത് അശ്വത്ഥാമ ഹത എന്നായിരുന്നു. പക്ഷെ അതിന്റെ അടിയിൽ മൗനമായ വാക്കുകൾ ഉണ്ടായിരുന്നു. ഇതുപോലെ മഹാഭാരതം എന്ന വലിയ ടൈറ്റിൽ, ഇപ്പൊ നമ്മള് ബാഹുബലിയുടെ രണ്ടാം ഇതിനൊക്കെ കണ്ടു നമ്മൾ ആ പേര്, അതുപോലെ മഹാഭാരതം എന്ന വലിയ ടൈറ്റിൽ കൊടുക്കുകയും അതിന്റെ അടിയിൽ ബേസ്ഡ് ഓൺ MT's രണ്ടാമൂഴം, ഈ കേരളം വിട്ടാൽ MT's രണ്ടാമൂഴം എത്ര പേര് വായിച്ചിട്ടുണ്ട് നമുക്കറിയില്ല. അപ്പൊ എന്തിനാണ് അങ്ങനെ ഒരു MT's രണ്ടാമൂഴെന്നോ അല്ലെങ്കിൽ ഭീമ എന്നോ സെക്കൻഡ് ആണെന്നോ എന്ത് വെച്ചുകൊണ്ട് ഇറക്കാം? എന്തിന് ഇത്രയും ഒരു മഹത്തായ കാവ്യത്തിന്റെ പേരിന് പിന്നിൽ ഒളിക്കുന്നു? ആ വിജയത്തിൽ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയമുണ്ടോ? എന്തിനാണ് ഈ വലിയ പേര് ഉപയോഗിക്കുന്നത്? ഈ ഹിന്ദു ഐക്യവേദി എന്ന് പറയുമ്പോൾ ഹിന്ദുക്കളുടെ അവകാശം നിങ്ങൾക്കില്ല എന്ന് പറയുന്നത് പോലെ മഹാഭാരതത്തിന്റെ അവകാശം നിങ്ങൾക്കുണ്ടല്ലോ. എന്റെ അവകാശം എനിക്കില്ലേ? ഞാൻ വായിച്ചൊരു കൃതിയെ പറ്റി മഹാഭാരതം എന്നുള്ളതിന്റെ അവകാശം നിങ്ങൾക്ക് മാത്രമായി ചുരുക്കുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധം. ഞാനെന്ന വ്യക്തിക്കുണ്ട്. MT വാസുദേവൻ നായർക്ക് മഹാഭാരതത്തിന് എത്രമാത്രം അവകാശമുണ്ടോ?
രണ്ടാം മൂഴത്തിനെ മഹാഭാരതം എന്ന് പറഞ്ഞ് ഇറക്കാൻ MT വാസുദേവൻ നായർ എന്ന വ്യക്തിക്ക് അത് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ അതിന്റെ സിനിമ പിന്നണിക്കാർക്ക് എത്രമാത്രം അവകാശമുണ്ടോ അത്രമാത്രം അവകാശം ശശികല എന്ന വ്യക്തിക്കും മഹാഭാരതമായി നിൽക്കട്ടെ എന്ന് പറയാനുള്ള അവകാശമുണ്ട്. കാരണം വ്യക്തികൾക്കെല്ലാം തുല്യല്ലേ, എഴുതാൻ കഴിയുന്നില്ല എന്ന് വിചാരിച്ച് ഞങ്ങളാരും മോശക്കാരല്ല. അതാണ് ഈ കാലഘട്ടത്തിന്റെ ഒരു വിഷയമായി പലരും ചൂണ്ടിക്കാണിക്കുന്നത്. MT വാസുദേവൻ നായർ തന്നെ പറഞ്ഞത് നിർമാല്യം ഈ കാലഘട്ടത്തിലായിരുന്നുവെങ്കിൽ എന്റെ തലയെടുക്കുമായിരുന്നു എന്ന്. ഒരുപക്ഷെ പതിറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടായിരുന്നിട്ടില്ലാത്ത മതസ്പർദ്ധ ഈ കാലഘട്ടത്തിൽ കൊണ്ടുവരുന്നത് ഇത്തരം സംഘടനകളും നിങ്ങളെപ്പോലുള്ളവരുമല്ലേ? അല്ല, ഇത് മതസ്പർദ്ധ എവിടുന്നാ വരുന്നത്? ഇതിൽ വ്യത്യസ്ത മതം എവിടുന്നാ വരുന്നത്? ഇത് നമ്മളൊരു ഗ്രന്ഥത്തെ പറ്റി പറഞ്ഞു, ആ ഗ്രന്ഥത്തിന്റെ പരിസ്ഥിതി അതവിടെ നിൽക്കട്ടെ. അത് എതിർക്കാനും അനുകൂലിക്കാനും ഒക്കെ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അതിന്റെ പേരിൽ അതിന്റെ പേരിനെ മാറ്റാം. ഒരു പേര് ഉപയോഗിച്ചുകൊണ്ട് ഒരു സിനിമ, അത് ഒരാളുടെ അല്ല. നാളെ വേറൊരാൾക്ക് തോന്നിയാൽ അയാളും മഹാഭാരതം എന്ന് പറഞ്ഞൊരു സിനിമ ഇറക്കിയാലോ, വേറെ ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ നകുലനെ കഥ ഇതാക്കി അല്ലെങ്കിൽ ഘടോത്കജനയാക്കി അതിനും നമ്മൾ മഹാഭാരതം എന്ന് പേര് കൊടുക്കണോ? വ്യത്യസ്തമായ വായനകളാകാം, ആ വായനകൾക്ക് അതിൻ്റെതായ പേര് വേണം. അതിനാ മഹത്തായ ഒരു കാവ്യത്തിന്റെ പേരിൽ പോയിട്ട് വിളിക്കരുത്. ശ്രീകുമാർ മേനോൻ, ഭീമന്റെ കാഴ്ചപ്പാടിലുള്ള മഹാഭാരതം അതാണ് രണ്ടാം മൂഴം. ഭീമനെ രണ്ടാം തരക്കാരനാക്കുന്നു. ദ്രൗപദിയുടെ സ്നേഹം പോലും പങ്കുവെച്ചു കൊടുക്കുമ്പോൾ ഭീമന് അത് പൂർണ്ണമായും ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ മറ്റൊരാളുടേതിന് തുല്യമായ വിധത്തിൽ ലഭിക്കുന്നില്ല. അതിനപ്പുറത്തേക്ക് ശ്രീകൃഷ്ണനെ ജാതിവാദിയാക്കുന്നു. ഇത്തരം ആക്ഷേപങ്ങളാണ് ഇതിനെതിരെ ഉയർന്നു വരാനിട. അത് ഒരുപക്ഷെ കേരളത്തിൽ രണ്ടാം മൂഴം വായിച്ചിട്ടുള്ള ആളുകൾക്ക് ഇതറിയാമെന്നുള്ളത് കൊണ്ടാണ് കേരളത്തിൽ നിന്ന് പ്രതിഷേധം. ഇതിനേക്കാൾ കൊടും ഭീകരമാണ് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ. കാര്യങ്ങൾ അറിഞ്ഞു വരുമ്പോൾ എന്തായിരിക്കും സ്ഥിതി? ഇതിലെ നമ്മുടെ സിനിമയിലെ കൃഷ്ണൻ അല്ലെങ്കിൽ രണ്ടാം മൂഴത്തിലെ കൃഷ്ണൻ മഹാഭാരതത്തിൽ ഇടപെട്ട കൃഷ്ണൻ, മഹാഭാരതത്തിൽ കൃഷ്ണന്റെ റോൾ അത് മാത്രമേ നമ്മുടെ സിനിമയിലും പ്രതിപാദിക്കുന്നുള്ളൂ. ഇതിലാവുമ്പോൾ കുറച്ചും കൂടി കണ്ടൻസ്ഡ് ആണ്. കാരണം ഭീമന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഭീമൻ എപ്പോഴൊക്കെ കൃഷ്ണനെ കാണുന്ന ഇൻസിഡൻസ് ഉണ്ടോ അത് മാത്രമാണ് നമ്മൾ ഈ സിനിമയിലും പറയാൻ പോകുന്നത്. അപ്പോ ഇതിൽ ശരിക്കും പറഞ്ഞാൽ കൃഷ്ണന്റെ ദൈവികത്വം, കൃഷ്ണന്റെ ഡിവിനിറ്റി ഒന്നും നമ്മൾ ഒരു രീതിയിലും, ഈവൻ നോവലിൽ പോലും കൃഷ്ണന്റെ ഡിവിനിറ്റി പുറത്തു വരുന്ന സന്ദർഭങ്ങളുണ്ട്. അത് എത്ര പേര് അതിനെ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് അറിയില്ല. അത് അറിയാതെ തന്നെ പലപ്പോഴും വിവാദം ഉണ്ടാക്കുന്ന എനിക്ക് തോന്നുന്നു. കാരണം ഒരു പാഞ്ചാലി കാട്ടിലിരിക്കുമ്പോൾ, രണ്ടാമത് തവണ കാട്ടിൽ പോകുമ്പോൾ, ചൂതുകളി കഴിഞ്ഞ് ചൂതുകളിയിൽ തോറ്റ് വനവാസത്തിൽ പോകുന്ന പാഞ്ചാലി, കൃഷ്ണൻ അവിടെ വരിക, അവരെ കാണാൻ വരുന്നുണ്ട് ദൃഷ്ടദ്യുമ്നന്റെ ഒപ്പം. അപ്പൊ അവരോട് കൃഷ്ണനോട് പറയുന്നുണ്ട്, എനിക്ക് എന്റെ ഭർത്താക്കന്മാരിൽ ഇനി വിശ്വാസമില്ല കൃഷ്ണ. കാരണം ഞാൻ 500 ദാസികളുടെ കൂടെ പാഞ്ചാലി രാജ്യത്തിൽ കഴിഞ്ഞ ഒരു രാജകുമാരിയാണ്. ഞാനിപ്പോൾ വനവാസത്തിലാണ്. ഇനി ഈ വനവാസം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ എനിക്ക് രാജസിംഹാസനം കിട്ടുമോ, ഞാൻ വീണ്ടും രാജ്ഞിയായി വാഴ്ത്തപ്പെടുമോ എന്ന് പോലും എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ കൃഷ്ണൻ പറയുന്നുണ്ട്, ദ്രൗപദി നീ ദുഃഖിക്കേണ്ട, നീ എല്ലാ സർവ പ്രതാപത്തോടുകൂടിയും നീ ഒരു രാജ്ഞിയായി വാഴുന്ന കാലം വിദൂരമല്ല എന്ന് പറയുമ്പോൾ ദ്രൗപദിക്ക് അത്രയ്ക്ക് വിശ്വാസം വരുന്നില്ല ചില സമയത്ത്. അപ്പൊ കൃഷ്ണൻ പറയുന്നുണ്ട്, കാറ്റടിക്കുന്നത് നിൽക്കാം, സൂര്യൻ ഉദിക്കുന്നത് ചിലപ്പോൾ സത്യമല്ലാതായിരിക്കാം, പക്ഷെ കൃഷ്ണന്റെ വാക്ക് തെറ്റില്ല, ഞാൻ ത്രികാലജ്ഞാനമുള്ളവനാണ് ഞാൻ എന്ന് കൃഷ്ണൻ പറയുന്നുണ്ട്. അതൊക്കെ കൃഷ്ണന്റെ ഡിവിനിറ്റിയുടെ ചില ഗ്ലിംസസ് തന്നെയാണ്. അതേപോലെ കൃഷ്ണന്റെ യുദ്ധതന്ത്രം, കൃഷ്ണൻ ഓരോ സ്ഥലത്തും തന്ത്രം ആവിഷ്കരിക്കുന്നു, യുദ്ധതന്ത്രം ആവിഷ്കരിക്കുന്നു. ഹി ഈസ് ദി ഫസ്റ്റ് സ്റ്റേറ്റ്സ്മാൻ ദാറ്റ് ദി വേൾഡ് ഹാസ് എവർ സീൻ. അപ്പൊ കൃഷ്ണന്റെ പ്രാധാന്യമോ ഡിവിനിറ്റിയോ ഒരു രീതിയിലും കുറച്ച് കാണുന്നതല്ല ഈ സിനിമ. അത് നമ്മൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അത് വളരെയധികം ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. കൃഷ്ണനുള്ള സീനിൽ കൃഷ്ണനാണ് ഇമ്പോർട്ടൻസ്, കൃഷ്ണനാണ് എല്ലാത്തിനും മുന്നിൽ നിന്നുകൊണ്ട് കൃഷ്ണനാണ് ഇത് നയിക്കുന്നത്, കൃഷ്ണനാണ് തന്ത്രങ്ങൾ മെനയുന്നത്. അപ്പൊ അതുകൊണ്ട് അതിനൊരു വിവാദം ഉണ്ടാവേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. തുടരുക ദയവായി. ശ്രീ പി എസ് ശ്രീധരൻപിള്ള, ഡാവിഞ്ചി കോഡുമായിട്ടാണ് ശശികല ടീച്ചർ ഇതിനകം താരതമ്യം ചെയ്തിട്ടുള്ളത് ഈ വിഷയത്തെ. ഡാവിഞ്ചി കോഡ് ബൈബിളിൻ്റെ ഒരു അഡാപ്റ്റേഷനാണ്, അതുകൊണ്ട് തന്നെ അതിന് ബൈബിൾ എന്ന് പേരിട്ടിട്ടില്ലല്ലോ എന്നുള്ളതാണ് പിന്നീട് സിനിമയായപ്പോൾ. പക്ഷേ അത് തീർത്തും വ്യത്യസ്തമായ മറ്റൊരു കാര്യമാണ് എന്ന് തന്നെ ബോധ്യപ്പെടും. താങ്കൾക്ക് എന്തു തോന്നുന്നു? രണ്ടാം മൂഴം ഒരു മഹാഭാരതത്തിൻ്റെ അഡാപ്റ്റേഷനാണ് എന്നുള്ളത് ബോധ്യമാകുന്നതാണ് എല്ലാവർക്കും എന്ന് മനസ്സിലാക്കിയിരിക്കെ ഇതിനൊരു രണ്ടാം മൂഴം എന്ന പേര് തന്നെ നിലനിർത്തേണ്ടതുണ്ടോ? മഹാഭാരതം എന്ന പേര് കൊടുക്കുന്നതുകൊണ്ട് തെറ്റുണ്ടോ? അല്ല, ഇതിൽ ഈ അനാവശ്യമായ വിവാദമോ അപവാദമോ ആണ് ഇതോട് ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നത്. കാരണം താങ്കളൊരു സാഹിത്യകാരനെ ഉദ്ധരിച്ചുകൊണ്ടാണല്ലോ പറഞ്ഞത് മഹാഭാരതത്തെക്കുറിച്ച്. കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലമുള്ള ഒരാൾ, ആ സാഹിത്യകാരൻ ആ പശ്ചാത്തലമുള്ള ആളാണ്, നമുക്കെല്ലാം അറിയാം.
അദ്ദേഹത്തിന് പറയാനുള്ള അവകാശമുണ്ട്. പക്ഷേ മറ്റുള്ളവരെ അപമാനിക്കാനുള്ള, ഇപ്പം മഹാഭാരതം ഒന്ന് വ്യാസൻ്റെ അല്ല എന്നൊക്കെ പറഞ്ഞ് സ്വാതന്ത്ര്യമുണ്ട്, ഞാനില്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഈ സ്വാതന്ത്ര്യത്തിൻ്റെ ലിമിറ്റ് മറ്റുള്ളവരെ വ്രണപ്പെടുത്തിക്കൊണ്ടാവരുതെന്നുള്ളതാണ് വസ്തുത. അതിൽ സെമിറ്റിക് മതങ്ങളെ പോലെയല്ല ഹിന്ദുമതം, അതെല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതാണ്. അതുകൊണ്ടാണ് ആ കാഴ്ചപ്പാടാണ്. ഇപ്പോൾ ടീച്ചർ തന്നെ ഇവിടെ പറഞ്ഞത് ടീച്ചറുടെ ഒരു അഭിപ്രായമാണ്. അഭിപ്രായം പറയാനുള്ള അവകാശം അവർക്കില്ലേ? അതുകൊണ്ട് അതിനർത്ഥം ഇതിനെ എതിർക്കുന്നു എന്നല്ല. ഇതിനെ എതിർക്കേണ്ട, ഇതിൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ അതിന് വ്യവസ്ഥാപിതമായ സംവിധാനം ഈ രാജ്യത്തുണ്ട്. നമ്മുടെ ഇങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് സ്പർദ്ധ ഉണ്ടാക്കുന്ന ആ തരത്തിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ കൈകാര്യം ചെയ്യാനുള്ള കാര്യങ്ങൾ ഈ രാജ്യത്ത് ഒരു സിനിമയ്ക്ക് അനുമതി നൽകുന്നതിന് മുമ്പായിട്ടുണ്ട്. അപ്പോൾ സിനിമ വരട്ടെ. അതിനു മുമ്പ് ഇതിനെ സംബന്ധിച്ച് വിവാദം ഇത്രയേ ഉള്ളൂ വിഷയം. രണ്ടാം ഊഴം എന്നത് MTയുടെ മഹാഭാരതത്തെ കുറിച്ചുള്ള ഒരു അഡാപ്റ്റേഷനാണ്. MT എങ്ങനെ മഹാഭാരതത്തെ കണ്ടു, അതിൽ ഭീമന്റെ കണ്ണുകളിലൂടെ കാണുക എന്നുള്ള ഒരു സർഗാത്മകത, അതാണ് MT വാസുദേവൻ നായർ ഉപയോഗിച്ചത്. അതിന് മഹാഭാരതം എന്ന പേരിടാൻ പാടില്ല എന്നാണ് ശശികല ടീച്ചർ പറയുന്നത്. അത് അംഗീകരിക്കാൻ കഴിയുമോ ഇല്ലയോ? അല്ലത് ശശികല ടീച്ചർക്ക് അഭിപ്രായം അവർ പറഞ്ഞല്ലോ. എനിക്ക് ശശികല ടീച്ചർ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞ് മാറി നിൽക്കുകയല്ല ചെയ്യുന്നത്. അങ്ങനെ ഒരു സിനിമ കേരളത്തിൽ ഓടാൻ സമ്മതിക്കില്ല എന്നാണ് പറയുന്നത്. ടീച്ചർക്കെതിരെ ചാടി നോക്കുമെന്ന് ഞാനൊന്ന് പറഞ്ഞോട്ടെ. നികേഷ്, എനിക്കൊന്ന് പറയാൻ നിങ്ങൾ അവസരം തരുമില്ല എന്നെ കൊണ്ടുവന്നിട്ട്. ഞാൻ അവരെ പറഞ്ഞു, അതുകൊണ്ട് ആ അഭിപ്രായങ്ങളാണെന്ന് പറഞ്ഞു. ഇതിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ വിവാദങ്ങളെ, ഇപ്പം എൻ്റെ അഭിപ്രായം, MT വാസുദേവൻ നായർ കേരളത്തിൻ്റെ പുണ്യമായ എഴുത്തുകാരനാണ്. അദ്ദേഹം വരദാനമാണ് നമ്മുടെ സമൂഹത്തിൽ. ഇത് ഞാനൊക്കെ എഴുതിയല്ല, എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ എഴുതിയിട്ടുള്ളതാണ്. അദ്ദേഹത്തിന് നിർമ്മാല്യം വന്ന അവസരത്തിൽ, നിർമ്മാല്യം നിങ്ങൾ ഈ പറയുന്ന പോലൊന്നും അല്ല. അന്നത്തെ കേസരി, ഞാനന്ന് കേസരിയുടെ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളാണ്. എനിക്കറിയാം കേസരിയിൽ എന്താ വന്നിട്ടുള്ളതെന്ന്. അതുകൊണ്ട് ഞങ്ങൾ ഇതിനൊന്നും എതിരല്ല. ഞങ്ങളിതാണെന്ന് വരുത്തി തീർത്തിട്ട് ഇവിടെ രാഷ്ട്രീയം കളിക്കാൻ ആഗ്രഹിക്കുന്ന ആളുടെ ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ളൊരു സമൂഹമായതുകൊണ്ട് ഏത് ഇഷ്യൂവിലും ഞങ്ങളെ കൊണ്ട് ചാടിച്ചിട്ട് ഞങ്ങൾ ഇതിലെ എതിരാണ്. ഞാൻ ചോദിക്കട്ടെ നികേഷേ, ഒരൊറ്റ കാര്യത്തിൽ താങ്കൾ ഉത്തരം പറഞ്ഞോളൂ. മഹർഷി ദയാനന്ദ സരസ്വതി പറയുന്നു വിഗ്രഹാരാധനയെ പാടില്ല എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകം ഞാൻ വായിച്ചിട്ടുള്ളതാണ്. താങ്കൾ നേരത്തെ നിർമ്മാല്യത്തെ കുറിച്ച് പറഞ്ഞു. നിർമ്മാല്യം ഈ കാലഘട്ടത്തിലായിരുന്നുവെങ്കിൽ എന്റെ ഞങ്ങളെ അങ്ങനെ കരുതരുത്. നമ്മുടെ കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ തലയിൽ വെച്ച് നമ്മുടെ മധ്യകാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ വലിയ അസഹിഷ്ണുത ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ കൊണ്ടുവരുന്നത് ഇത്തരത്തിൽ തീവ്ര സ്വഭാവമുള്ള മതസംഘടനകൾ ഉള്ളത് കൊണ്ടല്ലേ? അത്തരം മതസംഘടനകളെ പ്രോത്സാഹിപ്പിക്കുന്നത് ഈ പറയുന്ന സംഘപരിവാറല്ലേ? അത് ഒഴിവാക്കപ്പെടുക. നമ്മുടെ ഒരു കലാകാരൻ്റെ സൃഷ്ടി, ആ കലാകാരൻ്റെ സൃഷ്ടി സിനിമാ രൂപത്തിലേക്ക് എത്തുന്നു. അതും ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബജറ്റോടുകൂടി അതിനെ പൂർണ്ണമായും ആ തരത്തിൽ കാണുന്നതിന് പകരം അത് റിലീസ് ചെയ്യാൻ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞ് പ്രകോപനപരമായ പ്രസ്താവനകൾ ഇറക്കുകയും ഈ മേഖലയിലാകെ തന്നെ ഒരു അസഹിഷ്ണുത കൂടി പടർത്തുകയും ചെയ്യുമ്പോൾ അതിലൊന്നും താങ്കളെപ്പോലുള്ള പ്രത്യേകിച്ച് പുസ്തകമെഴുത്തും വായനയും ഒക്കെ ഉള്ള ആളുകൾക്കൊന്നും തോന്നുന്നില്ല. അല്ല, ഇതൊരു വിവാദമാക്കേണ്ട ആവശ്യമേ ഇല്ല. ടീച്ചർ ഇപ്പോൾ എന്താ പറഞ്ഞത്? ടീച്ചറുണ്ടല്ലോ ഈ ചർച്ചയിൽ. ടീച്ചർ പറഞ്ഞു, എൻ്റെ അഭിപ്രായം ഞാൻ അവിടെ പറഞ്ഞു. അവർക്കത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ബഹുമാനപ്പെട്ട MTയെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയാം, അദ്ദേഹം അതിൻ്റെ ഒരു ആംഗിള്, ഇത് വ്യാഖ്യാനം എല്ലാവരും ചെയ്യാറുണ്ട്. ആ വ്യാഖ്യാനങ്ങൾ ചെയ്യുന്നതിന് ഒന്നും ഞങ്ങൾ അസഹിഷ്ണുക്കളല്ല. അങ്ങനെയാണെങ്കിൽ ലോകത്ത് എത്ര രാമായണമുണ്ട്? ഇപ്പോൾ കംബോഡിയയിലെ രാമായണത്തിൽ ശ്രീരാമനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിട്ടുള്ളത് എന്താ? ഒരു കാട്ടാളനെ പോലെ പിടിച്ചുപറിക്കാരനെ പോലെ ചിത്രീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ രാവണൻ്റെ മകളാണ് സീത എന്ന് പറഞ്ഞുകൊണ്ടുള്ള നമുക്കറിയില്ലേ, സാഹിത്യകാരന്മാർ ചെയ്തിട്ടില്ലേ? ഇതിനെല്ലാം ഉൾക്കൊള്ളാൻ സാധിക്കും. അതെ, അത്തരത്തിലുള്ള വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങളുണ്ട്, അത് ഉൾക്കൊള്ളണം എന്നുള്ളതാണ്. ശശികല ടീച്ചർ, ഇതാ സുനിൽ പി ഇളയിടം തന്നെ പറയുന്നു, എഴുത്തച്ഛൻ്റെയും സരളദാസിൻ്റെയും ഒക്കെ മഹാഭാരതങ്ങൾ വ്യാസഭാരതമല്ല, അതിൻ്റെ പലതരത്തിലുള്ള പൊളിച്ചെഴുത്തുകളാണ്. അവയെല്ലാം അവയെല്ലാമാണ് മഹാഭാരതം എന്ന നിലയിൽ ഇക്കാലം വരെ നിലനിന്നത്. ഈ ബൃഹത് പാരമ്പര്യത്തിൻ്റെ ഏറ്റവും മികവുറ്റ സമകാലിക ആവിഷ്കാരങ്ങളിൽ ഒന്നാണ് രണ്ടാം ഊഴം. അല്ല, രണ്ടാം ഊഴം ഏറെക്കുറെ ഒരു സ്വതന്ത്ര കൃതിയാണ്. മഹാഭാരതത്തിൽ നിന്ന് ചില കഥാപാത്രങ്ങളെയും കഥാസന്ദർഭങ്ങളെയും എടുത്തുകൊണ്ടുള്ളൊരു സ്വതന്ത്ര കൃതിയാണ്. വാത്മീകി രാമായണത്തെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്വതന്ത്ര കൃതിയാണ് അധ്യാത്മ രാമായണം. അതിന്റെ വിവർത്തനമല്ല. അപ്പൊ അതുപോലെ ഇതൊരു സ്വതന്ത്ര കൃതിയാണ്. ആ സ്വതന്ത്ര കൃതി വളരെ നന്നായിട്ടുണ്ട്. ആ നോവൽ വളരെ നന്നായിട്ടുണ്ട്, ഞാൻ വായിച്ചിട്ടുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷെ അതിനെ നമ്മുടെ ഭാരതത്തിന്റെ ഇതിഹാസത്തിന്റെ പേരിൽ അത് ഇറങ്ങരുത്, അത്രേ പറഞ്ഞിട്ടുള്ളൂ. അത് നിയമപരമായി അതിന്റെ ഓരോ
ഏതറ്റം വരെയും പോയിക്കൊണ്ട് ആ മഹാഭാരതം എന്ന പേരിൽ അത് ഇറങ്ങാതിരിക്കാൻ നോക്കും എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ലാതെ അതിൽ ഭീഷണിയോ അല്ലെങ്കിൽ മറ്റൊരു സ്വരമോ ഒന്നേൽ ഇറക്കിയിട്ടില്ല. കാരണം അടുത്ത തലമുറ ഇതാണ് മഹാഭാരതം എന്ന് തെറ്റിദ്ധരിക്കും. കാരണം 1,00,000-ൽ പരം ശ്ലോകങ്ങളുള്ള ഒരു കാവ്യം പലപ്പോഴും അടുത്ത തലമുറ പൂർണ്ണമായി വായിച്ചിട്ടുണ്ടാവില്ല, വായിച്ചല്ല ഉൾക്കൊള്ളുക. സിനിമയ്ക്ക് വളരെ കൂടുതൽ സ്വാധീനമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതാണ് മഹാഭാരതം എന്ന് ധരിക്കും. വർഷങ്ങൾക്ക് മുമ്പ് പൂമ്പാറ്റ അമർ ചിത്രകഥാ രൂപത്തിൽ മഹാഭാരതം ഇറക്കിയിരുന്നു. ആ മഹാഭാരതത്തെ പൂർണ്ണമായ നീതി പുലർത്തിയത് കൊണ്ട് തന്നെ അതെല്ലാവരും അതിനെ സ്വീകരിച്ചു. ഒരു പക്ഷെ ആ ഒരു തലമുറയിൽപ്പെട്ടവർ മുഴുവൻ മഹാഭാരതത്തെ മനസ്സിലാക്കിയത് ആ ചിത്രകഥയിലൂടെയാണ്. ആരും അതിനെ എതിർത്ത് പറഞ്ഞിട്ടില്ല. അപ്പൊ ഇവിടെ മഹാഭാരതത്തിന്റെ വേറൊരു സ്വതന്ത്ര വിവർത്തന, സ്വതന്ത്രമായ ഒരു കൃതിയാണത്. അതിന് മഹാഭാരതവുമായി കൂട്ടിക്കെട്ടണ്ട. അതിന് രണ്ടാമൂഴം എന്ന് പേരിട്ടാൽ ജനം സ്വീകരിക്കും. നമ്മൾ ആ നോവല് സ്വീകരിച്ചില്ലേ? അതുപോലെ ഇതിന് രണ്ടാമൂഴം എന്ന് പേരിട്ടാൽ സിനിമ സ്വീകരിക്കും. ഈ മഹാഭാരതം എന്ന പേര് ഉപയോഗിച്ച് ഇതൊരു വിവാദം ഉണ്ടാക്കുന്ന ഞങ്ങളല്ല. ആ പേര് സ്വീകരിക്കാൻ പോയിടത്താണ് അത്തരമൊരു വിവാദം വന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. തുടരുക. ശ്രീകുമാർ മേനോൻ, പ്രധാനമന്ത്രിയെ ഈ ആഴ്ച കാണുന്നു എന്നാണ് ബി.ആർ. ഷെഡ്ഡി പറഞ്ഞത്. എന്താണ് പ്രധാനമന്ത്രിക്ക് ഈ കാര്യത്തിൽ ചെയ്യാൻ കഴിയുക? ഇത് നമ്മൾ ആദ്യമായി ഇതിൻ്റെ പത്രവാർത്ത വന്നപ്പോൾ തന്നെ മേക്ക് ഇൻ ഇന്ത്യ പ്രോജക്ട്, മേക്ക് ഇൻ ഇന്ത്യ ഫോർ ദി വേൾഡ് എന്നാണ് നമ്മൾ ഇതിനെ ഷെട്ടി സാറിന്റെ ഒരു ഷെട്ടി സാർ ഈ പ്രൊജക്ടിനെ കാണുന്നത് ഒരു ഗ്ലോറിയസ് പ്രൊജക്ട് ഫ്രം ഇന്ത്യ ആൻഡ് മേക്ക് ഇൻ ഇന്ത്യ ടു ദി വേൾഡ് ഓഡിയൻസ് എന്നുള്ള രീതിയിലാണ് ഇതിനെ കാണുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇത് അനൗൺസ് ചെയ്ത സമയത്ത് അദ്ദേഹത്തിന് മേക്ക് ഇൻ ഇന്ത്യ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിനെ അഭിനന്ദിച്ചുകൊണ്ടുള്ള ഒരു കത്ത് അദ്ദേഹത്തിന് കിട്ടുകയുണ്ടായി. അപ്പൊ എന്നിട്ട് പറഞ്ഞു ഇതൊരു മേക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായിട്ട് ഇതിനെ ഉൾപ്പെടുത്തണം, മേക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായിട്ട് ഈ പ്രൊജക്ട് ചെയ്യണം, ഇത് ലോകത്തിനെ ഷോക്കേസ് ചെയ്യുന്ന ലോക സിനിമയ്ക്ക് തന്നെ ഒരു വലിയ ഒരു ഹിസ്റ്റോറിക്കൽ മൊമെന്റ് ആണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലെറ്റർ കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും മിസ്റ്റർ ബി.ആർ. ഷെട്ടിക്ക് ലഭിക്കുകയുണ്ടായി. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ പ്രൈം മിനിസ്റ്ററെ കാണുന്നു. അദ്ദേഹത്തിന് ഈ പ്രൊജക്ടിനെ പറ്റിയുള്ള ബ്രോഷറും അതേപോലെ സ്ക്രിപ്റ്റിന്റെ കോപ്പിയും ഒക്കെ ഞങ്ങൾ സമ്മാനിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനുള്ള സമയമാണ് നമ്മൾ ചോദിക്കുന്നത്. ശശികല ടീച്ചർ, ഈ ഡാവിഞ്ചി കോഡുമായിട്ടുള്ളൊരു താരതമ്യം നടത്തുകയുണ്ട്. എന്താണ് അതിന്റെ ഒരു വിശദീകരണം? പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ബൈബിൾ ക്രിസ്ത്യാനികളുടെ വിശ്വാസത്തിൽ നിന്ന് വേറിട്ട ഒരു ചിന്താഗതിയാണ് ഡാവിഞ്ചി കോഡിൽ വന്നിരിക്കുന്നത്. അവിടെ ബ്രഹ്മചാരിയായ ഒരു യേശു ക്രിസ്തു അല്ല, മറ്റൊരു തരത്തില് അദ്ദേഹത്തിന് കുടുംബമുണ്ട് എന്നൊക്കെയുള്ള നിലയിലാണ് ഡാവിഞ്ചി കോഡ് വന്നിരിക്കുന്നത്. അത് ഇതേ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ ഭാവനയാകാം, നമ്മളത് വിശ്വസിച്ചുകൊണ്ടല്ല. പക്ഷെ അതിനൊരിക്കലും ബൈബിൾ എന്ന പേരിടാൻ കഴിയില്ല. ഇതിലെ കഥാപാത്രങ്ങളൊക്കെ അതിലും വരുന്നു എന്നുള്ളത് കൊണ്ട് അതിന് ബൈബിൾ എന്ന പേരിടാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് ഡാവിഞ്ചി കോഡ് സ്വതന്ത്രമാണ്. അദ്ദേഹത്തിന്റെ ഭാവനയായിരിക്കാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും അതിൽ സത്യത്തിന്റെ അംശം ഉണ്ടോ എന്ന് അദ്ദേഹം അന്വേഷിക്കുന്നതൊന്നും നമുക്കറിയില്ല. പക്ഷെ ഒരു നല്ല കൃതി എന്ന നിലയിൽ അതിനൊരിക്കലും ബൈബിൾ എന്ന പേര് അവകാശപ്പെടാൻ സാധിക്കില്ല. ഡാവിഞ്ചി കോഡാണ്, ബൈബിളാണ്. ഇതുപോലെ രണ്ടാമൂഴമാണ്. മഹാഭാരതത്തെ ബേസ് ചെയ്തുകൊണ്ട് ഈ രണ്ടാമൂഴം എന്ന ഒരു കൃതി അല്ല ഉണ്ടായിട്ടുള്ളത്. ഭാരതത്തിലെ വിവിധ ഭാഷകളിൽ ധാരാളം ആളുകൾ മഹാഭാരതത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പല കൃതികളും രചിച്ചിട്ടുണ്ട്. അവരെല്ലാവരും അത് മഹാഭാരതം അല്ല, അതെങ്ങനെയാണ് അങ്ങനെ ഒരു താരതമ്യം സാധ്യമാകുന്നത് എന്നുള്ളതാണ്. യേശുക്രിസ്തു മഗ്ദലന മറിയത്തെ വിവാഹം ചെയ്തു എന്നും അവരുടെ സന്തതി പരമ്പരകൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നുമാണ് ഡാവിഞ്ചി കോഡിൽ, അതൊരു നോവലാണ്, പറയുന്നത്. അതാണ് പിന്നീട് സിനിമയായത്. അതിന് ഡാവിഞ്ചി കോഡ് എന്ന് മാത്രമേ പേരിടാൻ കഴിയൂ. അതൊരിക്കലും ബൈബിൾ ആകുന്നില്ല. കാരണം ബൈബിളുമായി ഒരു ബന്ധവും അതിനില്ല. അതിൻ്റെ കഥാപാത്രങ്ങളെ ഇതിനകത്ത് എടുത്തു എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ ചോദ്യം, ഇത് മഹാഭാരതത്തിലെ ഭീമന്റെ കണ്ണിലൂടെ നോക്കുന്ന കൃതിയാണ് രണ്ടാമൂഴം. ആ ഒരു വ്യത്യാസം മാത്രമേ അതിലുള്ളൂ. അത് മാത്രമല്ല, ഈ കൃതിയിൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ശ്രീകുമാർ ഇന്ന് പറഞ്ഞത് ഇത് MTയുടെ രണ്ടാമൂഴത്തെ ആസ്പദമാക്കിയുള്ള മഹാഭാരതം എന്നാണ് അതിൻ്റെ പൂർണ്ണമായ പേര് എന്നിരിക്കിൽ ഡാവിഞ്ചി കോഡുമായി എങ്ങനെയാണ് അതിനെ താരതമ്യം ചെയ്ത് കുഴപ്പമുണ്ടാക്കാൻ നോക്കുന്നത്? അവിടെ ഞാൻ പറഞ്ഞില്ലേ, MTയുടെ രണ്ടാമൂഴത്തെ ആസ്പദമാക്കിയ മഹാഭാരതം എന്ന് പറയുമ്പോൾ കേരളത്തിന് വെളിയിൽ രണ്ടാമൂഴം വായിച്ചവർ എത്ര പേരുണ്ട്? അപ്പൊ അതുകൊണ്ട് തന്നെ എന്തിനു നമ്മൾ കേരളത്തിന് പുറത്ത് എല്ലാ ഭാഷകളിലും, ഏതാണ്ട് എല്ലാ ഭാഷകളിലും ഇത് തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അറിയാം MTയുടെ രണ്ടാമൂഴം എന്താണ് എന്ന്. മഹാഭാരതം വായിച്ച പോലെയോ മഹാഭാരതം അറിഞ്ഞ പോലെയോ രണ്ടാമൂഴം അറിഞ്ഞിട്ടില്ല എന്നതൊരു വാസ്തവമാണല്ലോ. മഹാഭാരതത്തിന്റെ കഥകൾ ജനങ്ങളുടെ ഉള്ളിലുള്ളത് പോലെ അതൊക്കെ ഒരു വാദമാണോ? മഹാഭാരതത്തിന്റെ അത്രയും വായിച്ച മറ്റൊരു കൃതി ഇന്ത്യയിൽ ഉണ്ടാകില്ലെന്ന് എല്ലാവർക്കും അറിയാം. അതുപോലെ രണ്ടാമൂഴം വരില്ല. അപ്പൊ എന്തിനാ ആ പേര് നമ്മൾ ആശ്രയിക്കുന്നു? ഇത് വിവാദങ്ങൾ ഉണ്ടാക്കാനും പേരിനെ ആശ്രയിക്കുന്നില്ല. ഇത് MTയുടെ രണ്ടാമൂഴത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള എന്ന് കൃത്യമായി പറയുന്നു അവിടെ എന്നുള്ളതാണ്.
അല്ല, അങ്ങനെ പറയുമ്പോൾ ഈ മഹാഭാരതം വേണ്ട. ഈ സിനിമ വിജയിക്കണം, ഇതിൽ വിവാദങ്ങൾ ഉണ്ടാകരുത്. ഇത്രയും വലിയൊരു ബഡ്ജറ്റ് സിനിമ, അത് മലയാളത്തിന്റെ ഒരു പ്രശസ്തനായ എഴുത്തുകാരന്റെ സിനിമ, അത് ലോകം മുഴുവൻ അറിയണം. ഇതിൽ നമുക്കൊക്കെ അഭിമാനമുണ്ട് ഒരു മലയാളി എന്ന നിലയിൽ. പക്ഷെ അതിൽ വിവാദങ്ങൾ ഉണ്ടാക്കി അതിന്റെ നിറം കെടുത്തരുത്, മറ്റുള്ളവർക്ക് പ്രതികരിക്കാനുള്ള ഒരു അവസരം വരരുത്. നമ്മുടെ ഒരു പ്രൊജക്ട് ആകണം, കേരളത്തിൽ നിന്ന് പോകുന്ന ഒരു പ്രൊജക്ട് ആകണം. അതിന് ഈ മഹാഭാരതം എന്ന് വരുമ്പോൾ ശ്രീകുമാർ മേനോൻ ഡാവിഞ്ചി കോഡുമായി ഒക്കെ താരതമ്യം ചെയ്യുന്ന വിധത്തിൽ അങ്ങനെ ഒരു കലാസൃഷ്ടി ഇത്തരത്തിൽ വലിയൊരു ബജറ്റോടുകൂടി അവതരിപ്പിക്കുമ്പോൾ ഇത്തരം വിവരക്കേടുകൾ അതിന് വലിയ പ്രതിബന്ധമാകുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. അയ്യോ, ഞാൻ അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് ഒന്നും ഞാൻ നടത്തുന്നില്ല എനിക്ക്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഈ കഥ മഹാഭാരതത്തിന്റെ ഒരു എഴുത്തോ പുനർവായനയൊന്നുമല്ല. മഹാഭാരതത്തിനെ അടിസ്ഥാനപ്പെടുത്തി 18 കൊല്ലത്തെ റിസർച്ച് നടത്തി ഗാംഗുലിയുടെ വിവർത്തനവും തമ്പുരാന്റെ വിവർത്തനവും കൃഷ്ണമാരാരുടെ മഹാഭാരതവും എല്ലാം വായിച്ച് 18 കൊല്ലത്തെ റിസർച്ച് നടത്തി അന്നത്തെ ജീവിതശൈലിയെ പറ്റി റിസർച്ച് നടത്തി വളരെ വിശദമായ പഠനങ്ങൾക്ക് ശേഷം എഴുതപ്പെട്ടതാണ് ഈ നമ്മുടെ മഹാഭാരതം. അതുകൊണ്ട് MT പോലെ അത്രയധികം ആഴത്തിൽ റിസർച്ച് ചെയ്തൊരു എഴുത്തുകാരൻ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല, പ്രത്യേകിച്ച് മഹാഭാരതം എഴുതുന്നത്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞല്ലോ, ഫാക്ട്സ് ഒന്നും അധികം ഒരുപാട് മാറിയിട്ടില്ല. അപ്പോ ഈ ഡാവിഞ്ചി കോഡ് ഞാൻ വായിച്ചിട്ടില്ല. അപ്പോൾ ഡാവിഞ്ചി കോഡും ബൈബിളും തമ്മിലുള്ള എത്രമാത്രം വ്യത്യാസമുണ്ടെന്നോ അല്ലെങ്കിൽ എത്രമാത്രം അതില് ക്ലോസ് ആയിട്ടുള്ള സിമിലാരിറ്റി ഉണ്ടോന്നോ എനിക്കറിയില്ല. പക്ഷെ നമ്മുടെ MT വാസുദേവൻ നായർ എഴുതിയ മഹാഭാരതം 35 വർഷം മുമ്പ് എഴുതപ്പെട്ട ബുക്കാണ്. 51 എഡിഷൻ പ്രസിദ്ധീകരിച്ച ബുക്കാണ്. ലക്ഷക്കണക്കിന് കോപ്പികൾ വിറ്റ് കഴിഞ്ഞാണ്. പല ഭാഷകളിലായിട്ട് ലക്ഷക്കണക്കിന് കോപ്പികൾ ഇന്ത്യ മുഴുവൻ വിറ്റഴിഞ്ഞ ബുക്കാണ്. അപ്പൊ അന്നൊക്കെ ഇതിനെപ്പറ്റിയുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട്. ആരോഗ്യകരമായ ചർച്ചകൾ രണ്ടാം മൂഴം കലാകൗമുദിയിൽ വന്ന സമയത്ത് പോലും ആരോഗ്യകരമായ ചർച്ചകൾ നടന്നിട്ടുണ്ട്. അതൊരു അനാരോഗ്യകരമായ ഒരു ചർച്ചയായിട്ടോ അല്ലെങ്കിൽ ഇപ്പൊ സിനിമയാവുന്ന സമയത്ത് അതിന് വേറൊരു തലവും ഉണ്ടാവേണ്ട ഒരു കാര്യവുമില്ല. ഇതൊരു പുതുതായിട്ട് ഇന്നലെ എഴുതപ്പെട്ട ഒരു സാധനമൊന്നുമല്ല ഇത്. ഇപ്പൊ എല്ലാവർക്കും രണ്ടാം മൂഴം അറിയാം, എല്ലാവർക്കും രണ്ടാം മൂഴം മഹാഭാരത കഥയാണെന്ന് അറിയാം, മഹാഭാരതത്തിൽ എത്രമാത്രം മഹാഭാരതത്തിലെ ഫാക്ട്സ് രണ്ടാം മൂഴത്തിലുണ്ട് എന്നറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ അത് വിവാദത്തിന്റെ കാര്യമേ ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ശ്രീ PS ശ്രീധരൻപിള്ള, ഇത്തരത്തിലുള്ള വാദങ്ങൾക്ക് നാം ചെവി കൊടുക്കുന്നത്, അത് ചർച്ചയാക്കുന്നത് പോലും യഥാർത്ഥത്തിൽ നേരത്തെ സുനിൽ P. ഇളംതടം തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ മതനിരപേക്ഷ ബഹുസ്വര പാരമ്പര്യത്തെ തമസ്കരിച്ച് അതിനെ ഏകാത്മകമായ ഹിന്ദുത്വത്തിന് കീഴ്പ്പെടുത്താനുള്ള ശ്രമമായി കാണണ്ടേ? സുനിൽ P. ഇളയിടം പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അത് ആധികാരികമായി ഞാൻ അംഗീകരിക്കും. MT യുടെ മുമ്പിൽ MT ഒരു വിവാദം ഞങ്ങളുടെ പ്രസ്ഥാനത്തോട് ബന്ധപ്പെട്ടുണ്ടായപ്പോൾ ഞാൻ പിറ്റേ ദിവസം അദ്ദേഹത്തെ പോയി കണ്ട ആളാണ്. അതുകൊണ്ട് MT അക്കാര്യത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരിക്കലും ആ നിലക്ക് ചെളിവാരി എറിയാൻ ശ്രമിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് MT ഒക്കെ വിവാദത്തിലാക്കിയിട്ട് മുതലെടുപ്പ് നടത്താൻ ചില ആളുകൾ ഇടതുപക്ഷത്തൊന്ന് ശ്രമിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് സുനിൽ P. ഇളയിടം പറഞ്ഞു എന്നതുകൊണ്ട് ആധികാരികമായിട്ട് അത് അംഗീകരിച്ചോണം എന്ന് പറയുന്നതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. കാരണം അവർ ഈ ഭാരതീയമായ എല്ലാത്തിനെയും നമ്മുടെ ഇതിഹാസങ്ങളെയും എല്ലാം അട്ടിമറിക്കാൻ എക്കാലത്തും ശ്രമിച്ചവരാണ്. ഇപ്പോഴും ആ ശ്രമം കേരളത്തിൽ അവർ നടത്തുകയാണ്. അതുകൊണ്ട് അത് ഈ തരത്തിലുള്ള പ്രചരണങ്ങളുടെ ആവശ്യം തന്നെ ഇല്ല. ഇപ്പോൾ പേര് കൊടുക്കുന്ന കാര്യം, പേര് കൊടുക്കുന്നതിന് ഈ രാജ്യത്ത് നിലവിലുള്ള നിയമപ്രകാരം സെൻസർ ബോർഡിൻ്റെ മുമ്പാകെ വരുമ്പം 3 കൺസിഡറേഷൻസ് അതിലുണ്ട്. ആ കൺസിഡറേഷൻസ് നോക്കിയിട്ട് പേര് ഉചിതമോ അല്ലയോ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് തീരുമാനിക്കാൻ സാധിക്കും. ജനങ്ങളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നതാണോ പേരെങ്കിൽ ആ പേര് മാറ്റാൻ പറയവർ. ഇതൊക്കെ ഈ രാജ്യത്ത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ. അതുകൊണ്ട് ഇതിലെന്തിനാ വിവാദം? ടീച്ചർ ഒരു അഭിപ്രായം പറഞ്ഞു, ടീച്ചർ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പശ്ചാത്തലം ഇതാണ്, അവരുടെ രാഷ്ട്രീയം ഇതാണ്, അവരുടെ പൊതുപ്രവർത്തനം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പേരിലൊരു വിവാദം ഉണ്ടാക്കാൻ ഈ നിലയിലേക്ക് ഇടതുപക്ഷ രാഷ്ട്രീയം തകരുന്ന അവസ്ഥ ദൗർഭാഗ്യകരമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു വിവാദവുമില്ല. ഞങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാനൊരു കാര്യം ഉറപ്പിച്ച് പറയുന്നു, തറപ്പിച്ച് പറയുന്നു, MT സമാരാധ്യനായ എഴുത്തുകാരനാണ്. അദ്ദേഹത്തോട് ഏറ്റവും കൂടുതൽ 10-30 കൊല്ലത്തെ ബന്ധം കൊണ്ട് ഞാൻ പറയാം, ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ബഹുമാനിക്കുന്ന എഴുത്തുകാരനാണ്. അതുകൊണ്ട് ഈ തരത്തിലുള്ള വിവാദമുണ്ടാക്കി അദ്ദേഹത്തെ കുറച്ച് മുമ്പ് അദ്ദേഹത്തിന് പ്രൊട്ടക്ഷൻ ഉണ്ടാക്കാൻ നോക്കി. അദ്ദേഹം അതിനൊന്നും നിന്ന് കൊടുക്കുന്നില്ല. അദ്ദേഹം ഇതിനൊക്കെ അപ്പുറത്താണ്, ഇതിനേക്കാളൊക്കെ എത്രയോ അപ്പുറത്ത് അദ്ദേഹം നിൽക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ഒരു മറുപടി പോലും എല്ലാ മീഡിയയും ശ്രമിച്ചിട്ടും അദ്ദേഹം മറുപടി പറഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ മഹത്വത്തെ ഞാൻ അംഗീകരിക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ പേര് രണ്ടാം ഊഴം എന്നാണ് പേര് മലയാളത്തിൽ ഇടുന്നുള്ള കാര്യം വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. രണ്ടാം ഊഴം കേരളത്തിൽ ഏറ്റവും ജനപ്രീതി നേടിയ ഒരു സാഹിത്യകൃതിയാണ്, എല്ലാവരും ഇഷ്ടപ്പെടുന്നു.
പിന്നെ ഇതിനിപ്പോൾ വിവാദം ഉണ്ടാക്കുന്ന എന്തിനാണ്? സിനിമ വിജയിപ്പിക്കാൻ വേണ്ടിയാണോ? സിനിമ വിജയിപ്പിക്കാൻ വേണ്ടി വിവാദം ഉണ്ടാക്കേണ്ട ഗതികേട് എം ടി വാസുദേവൻ നായർക്കില്ല എന്ന് ശ്രീ പി എസ് ശ്രീധരൻപിള്ള താങ്കൾക്കും അറിയാമല്ലോ, എം ടിയുടെ ഒരു കടുത്ത ആരാധകൻ എന്നുള്ള നിലയിൽ. ഇവിടെ മഹാഭാരതം എന്ന ഒരു സിനിമ, മഹാഭാരതം എന്ന പേരിടാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ ഹിന്ദു ഐക്യവേദിയെ പോലുള്ള സംഘടനകളാണ് ഇറങ്ങി അത് റിലീസ് ചെയ്യാൻ അനുവദിക്കില്ല എന്ന് ഭീഷണി മുഴക്കുന്നത്. അത് താങ്കളുടെ വാക്കുകളിൽ എനിക്ക് കേൾക്കാവുന്നത്. അതിന് താങ്കൾ ശരിക്കും പറഞ്ഞാൽ അപലപിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അത് പുറത്തു പറയാൻ സമ്മതിക്കുന്നില്ല, അത് പുറത്തേക്ക് വരുന്നില്ല. അല്ല, ആരാ ഭീഷണി മുടക്കിയത്? ഇടതുപക്ഷത്തിൻ്റെ അജണ്ടയ്ക്കനുസരിച്ച് ബഹുമാനപ്പെട്ട എം ടിക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാവുന്ന ആളാണ്. അദ്ദേഹം ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും കൂടുതൽ ചിന്തിക്കാൻ സാധിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിനായിട്ട് നിൽക്കില്ല. ഞാനൊരു ഒറ്റ ഉദാഹരണം പറയാം. ഒരു വിവാദം ഉണ്ടായ അദ്ദേഹത്തെ സംബന്ധിച്ചുണ്ടായ അവസരത്തിൽ എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ BJPയുടെ കലാരംഗത്തിൻ്റെ മുഴുവൻ ചുമതലയുള്ള സെല്ലിൻ്റെ ആൾക്കാർ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തെ കണ്ട് കാല് തൊട്ട് തൊഴുതു പോകുന്ന കാര്യം ഞാനിവിടെ അവസരത്തിൽ BJPയുടെ ഇന്നത്തെ സംവിധാനത്തിലുള്ള ആൾക്കാർ പോയിട്ടുണ്ട്. ഞങ്ങളാരും അദ്ദേഹത്തെ അപമാനിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ടീച്ചറും അപമാനിക്കാൻ ശ്രമിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഈ പേരിൻ്റെ കാര്യത്തിൽ തർക്കത്തിനെ പ്രശ്നമില്ല. പേര് ഒബ്ജക്ഷനബിൾ ആണെങ്കിൽ, അത് സമുദായ സ്പർദ്ധ ഉണ്ടാക്കുമെങ്കിൽ, വികാരം വ്രണപ്പെടുത്തുമെങ്കിൽ സിനിമ അത് പാടില്ല എന്നുള്ള രാജ്യത്തെ നിയമമാണ്. അവിടെ ഒബ്ജക്ഷൻ കൊടുത്താൽ മതി. അതുകൊണ്ട് എന്തിനാ ഇപ്പം ഈ ചർച്ച? ടീച്ചർ അടക്കം പറഞ്ഞത് എം ടിയുടെ മാനസിക വൈകല്യത്തിന് മഹാഭാരതം എന്ന പേരിടരുത് എന്നാണ്. മഹാഭാരതത്തെ തൻ്റെ കണ്ണിൽ കൂടി നോക്കുന്നത് മനോവൈകല്യമാണ്. ടീച്ചർ അങ്ങനെ പറഞ്ഞിട്ടില്ലേ ശ്രീമതി ശശികല ടീച്ചർ? പുത്രന്മാരാണെന്നാണ് പറഞ്ഞത്. എം ടിയുടെ മാനസപുത്രന്മാരാണ് എം ടിയുടെ കൃതിയിലെ ഓരോ കഥാപാത്രം. ഇതുപോലെ വ്യാസന്റെ മാനസപുത്രന്മാരാണ് വ്യാസന്റെ കഥാപാത്രങ്ങൾ. തെറ്റിദ്ധരിച്ചു പറയരുത്. എന്തെങ്കിലും ഒരു വാക്ക് കേട്ടാൽ മറ്റെന്തെങ്കിലും പറയൂ. എം ടിയുടെ മാനസപുത്രന്മാരാണ് എം ടിയുടെ ഓരോ കൃതിയിലെയും നല്ല പേരാണത്. എം ടിയുടെ മാനസപുത്രന്മാർ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളിപ്പോ ചന്തുവിനെ എം ടിയുടെ മാനസപുത്രന്മാരാണ് മഹാഭാരതത്തിലുള്ളത്. മനോവൈകല്യം ടീച്ചർ പറഞ്ഞിട്ടില്ല, ടീച്ചർ പറയുന്നു. മനോവൈകല്യം എന്ന് പറഞ്ഞു എന്നാണ് നമ്മുടെ പ്രചരണം. ഇല്ല, അതെ, പ്രചരണത്തിന് എനിക്ക് ടീച്ചർ പറയുന്നു. അല്ല, ഈ പ്രചരണം, ഈ കുപ്രചരണമാണ് കേരളം നേരിടുന്ന ഏറ്റവും വലിയ ശാപം. ഈ കുപ്രചരണമാണ്. ഈ കുപ്രചരണങ്ങൾ അവസാനിപ്പിക്കുക. ഇതിൻ്റെ പേരിൻ്റെ കാര്യം ഉണ്ടെങ്കിൽ അന്യോന്യം സംസാരിച്ച് തീർക്കാം, അല്ലെങ്കിൽ നിയമപരമായിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ കാണുന്നു. ഇത് ആർക്കും എതിരല്ല. എം ടിയെ കുറച്ച് എനിക്കറിയാം. എൻ്റെ പ്രസ്ഥാനത്തിൽപ്പെട്ട സീനിയർ നേതാക്കന്മാരോട്ടെല്ലാം ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ആരും അദ്ദേഹത്തിനെതിരല്ല. പേരിടുന്നതിനുള്ള സംവിധാനമുണ്ട്. പേര് വന്നാൽ എത്ര സിനിമയുടെ പേര് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് എം ടിയെ ഇതിലേക്ക് വലിച്ചഴിക്കരുത്. എം ടി ഇതിനൊന്നും, ഈ വിവാദങ്ങളിലൊന്നും പറയേണ്ട ആളല്ല. എത്രയോ ഉയരങ്ങളിൽ നമ്മുടെ അഭിമാന സ്തംഭമായി നിൽക്കുന്ന ആളാണ്. ഇപ്പം മനോവൈകല്യം എന്ന് ടീച്ചർ പറഞ്ഞു, ടീച്ചർ പറഞ്ഞിട്ടില്ല എന്നിപ്പോൾ പറയുന്നു. നിർമാല്യം ആ കാലഘട്ടത്തിൽ ഹിന്ദു സംഘടനകൾ സജീവമല്ലാത്തത് കൊണ്ടാണ് ആ നിലയിൽ പ്രദർശിപ്പിക്കപ്പെട്ടത്. ശ്രീമതി ശശികല ടീച്ചർ, ഇതൊക്കെ ടീച്ചറുടെ പേരിൽ വന്ന പ്രസ്താവനകളാണ്. അല്ല, നിർമാല്യത്തിന്റെ ക്ലൈമാക്സിനോട് ഒരു ഹിന്ദു എന്ന നിലയിൽ, ഒരു വിശ്വാസി എന്ന നിലയിൽ എനിക്ക് അത്രത്തോട് പൊരുത്തപ്പെടാൻ കഴിയില്ല. അന്ന് ശശികല ടീച്ചർ ഇല്ലാത്തത് കൊണ്ട് നിർമാല്യം റിലീസ് ചെയ്തു. ശശികല ടീച്ചർ ഇല്ലാത്തത് എന്ന് പറഞ്ഞില്ല. കാരണം ഒരു കൂട്ടരെ വേദനിപ്പിക്കാതിരിക്കുക എന്നുള്ളത് മതേതരത്വത്തിന്റെ ഒരു കടമയാണത്. ഒരു കൂട്ടരെ നുള്ളി നോവിപ്പിച്ചോ കാർക്കരിച്ച് തുപ്പിക്കൊണ്ടോ നമുക്ക് മതേതരത്വം ഉണ്ടാക്കാൻ കഴിയില്ല. ഞാൻ ചോദിച്ച ചോദ്യത്തിലുള്ളത് മഹത്തായ സൃഷ്ടിയാണ്. പക്ഷേ തിരിച്ച് അതേ കഥാപാത്രത്തെ നമുക്ക് ഒരു പള്ളിയിലെ കപ്പ്യാരായി ചിന്തിക്കാനും അന്ന് ദേവീ വിഗ്രഹത്തോട് ചെയ്തതുപോലെ കുരിശിനോട് ചെയ്തുകൊണ്ട് ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കാൻ ഇവിടുത്തെ ഏതെങ്കിലും ഒരു കലാകാരന് സാധിക്കും. എത്രയോ സിനിമകൾ ക്രിസ്ത്യാനിറ്റിയെയും അതുപോലെ തന്നെ അവരുടെ ദൈവത്തെയും ഒക്കെ വളരെ ക്രിട്ടിക്കലായി കണ്ടുകൊണ്ടുള്ള ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. ശ്രീധരൻപിള്ള, ഇതാണ് പ്രശ്നം. ഇതാ നോക്കൂ, നമ്മൾ സിനിമയുടെ മൈൽ സ്റ്റോൺസ് കാണുന്ന ഘട്ടത്തിൽ ഇതാ ഇവിടെ നിർമാല്യം റിലീസ് ചെയ്തിട്ടുണ്ട്. ആ നിലയിൽ വലിയ സംവാദങ്ങൾ പോലും, വലിയ വിവാദങ്ങൾ പോലും ഉണ്ടാകാത്ത കാലഘട്ടമാണ് നിർമാല്യത്തിൻ്റെ കാലഘട്ടം എന്നൊക്കെ നമ്മൾ അഭിമാനത്തോടു കൂടി പറയുമ്പോൾ ശശികല ടീച്ചർ പറയുന്നത് കേട്ടല്ലോ. എന്താണ് അതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. അന്ന് ശശികല ടീച്ചർ ഇല്ലാത്തത് ആ സിനിമ റിലീസ് ചെയ്യാൻ കാരണമായി. അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കില്ലേ? കുഴപ്പങ്ങൾ ഉണ്ടാക്കാനുള്ള സ്വാതന്ത്ര്യമാണോ നമ്മൾ കൊടുക്കുന്നത്? ഇഷ്ടപ്പെടാനും അപ്രിയമാണെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യമില്ലേ? അത് പാടില്ല എന്ന് പറയുന്നത് അത് ചൈനയിലും റഷ്യയിലും ഒക്കെയാണ്. ആ സംവിധാനത്തിന് അനുകൂലമായിട്ടല്ലാതെ എതിർത്ത് പറയാൻ അവകാശമില്ലാത്ത, എഴുതാൻ അവകാശമില്ലാത്ത സാഹിത്യം, സോഷ്യൻസിൻ്റെ കാര്യമൊക്കെ നമുക്കറിയില്ലേ? അതുകൊണ്ട് ഇവിടെ അങ്ങനെയല്ല. അഭിപ്രായം പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞല്ലോ, കേസരി വാരികയിൽ
അക്കാലത്ത് ഞാൻ എൻ്റെ പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായി അത് ഏജൻ്റായി പ്രവർത്തിച്ച ആളാണ്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പം എൻ്റെ ആശയത്തിന് വേണ്ടി, പണത്തിന് വേണ്ടിയല്ല. എനിക്കറിയാം അക്കാലത്ത് നിർമ്മാല്യം ഇറങ്ങിയപ്പോൾ നിർമ്മാല്യത്തെ നന്നാക്കിക്കൊണ്ടുള്ള അഭിപ്രായം കേസരി വാരിക വന്നിട്ടുണ്ട്. ടീച്ചർ പറഞ്ഞ ഒരു കാര്യം, ഇങ്ങനെ ഉള്ള ഒരു കാര്യം ഹിന്ദുക്കളെ സംബന്ധിച്ച് അപമാനമാകുമെന്ന് അവർക്ക് തോന്നുന്നു. അവരത് പറയാൻ പോലും അവകാശമില്ലാത്തണം. ഹിന്ദുവിന് വേണ്ടി ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഈ കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥ ഷട്ട് ഔട്ട് ചെയ്യുന്നത് ശരിയാണോ? അവർക്ക് അപ്രിയമെന്ന് പറയാൻ അവകാശമില്ലേ? ശ്രീകുമാർ, മോഹൻലാലാണ് ഭീമൻ, ബാക്കി കാസ്റ്റിംഗ് തീരുമാനിച്ചോ? ഈ കാര്യങ്ങളൊക്കെ ഈ നിലയിൽ പോവും, നിങ്ങൾ നിങ്ങളുടെ പണിയുമായി പോവും, എന്താണ് അതിൻ്റെ ഒരു ഡീറ്റെയിൽ? മോഹൻലാലിനല്ലാതെ ഭീമനാവാൻ മറ്റാർക്കും പറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എന്നെ പോലെ അങ്ങനെ വിശ്വസിക്കുന്നവരാണ് രണ്ടാം ഊഴം വായിച്ച ഒരുപാട് മലയാളികളും വായനക്കാരും. അപ്പൊ അതുകൊണ്ട് തന്നെ മോഹൻലാൽ എന്നുള്ളൊരു ഓട്ടോമാറ്റിക് ചോയ്സ് ആയിരുന്നു. എന്റെ മാത്രമല്ല, MT സാറിന്റെ മനസ്സിൽ മോഹൻലാൽ ആയിരുന്നു ഭീമൻ. മറ്റുള്ള കാസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതൊരു ഇന്റർനാഷണലി റെപ്യൂട്ടഡ് ഒരു കാസ്റ്റിംഗ് ഏജൻസിക്കും ഇന്ത്യയിലെ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കാസ്റ്റിംഗ് ഡയറക്ടറും കൂടി ചേർന്നിട്ടുള്ള ഒരു ടീം ഉണ്ടാക്കിയിരിക്കുകയാണ്. അത് ഞാനും സംവിധായകൻ എന്ന നിലയ്ക്ക് ഞാനും MT സാറിന്റെയും ഒരു ക്യാരക്ടർ നോട്ടുകൾ നമ്മൾ അവർക്ക് കൈമാറിയിട്ടുണ്ട്. ആ ക്യാരക്ടർ നോട്ടിനെ അടിസ്ഥാനപ്പെടുത്തി അവർ വിവിധ താരങ്ങളെയും വിവിധ നടന്മാരെയും അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അവർ ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ അവർ നമുക്ക് ഒരു വലിയ ഒരു പട്ടിക സമർപ്പിക്കുകയും അതിൽ നിന്നുമാണ് അവർ സെലക്ഷൻ പ്രോസസ്സ് നടത്തുന്നത്. അതുകൊണ്ട് വളരെ പ്രൊഫഷണലായി നടത്തുന്ന ഒരു സെലക്ഷൻ പ്രോസസ്സാണ് അത്. ഇനി ഒന്നും ആയിട്ടില്ല. നമ്മൾ 100 ദിവസത്തിനുള്ളിൽ ഈ പ്രൊജക്ടിന്റെ ലോഞ്ച് ഉണ്ടാവും എന്നാണ് ഇന്ന് ഞങ്ങൾ അബുദാബിയിൽ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞത്. ആ 100 ദിവസത്തിനുള്ളിൽ നടക്കുന്ന ലോഞ്ചിൽ നമുക്കൊരു വ്യക്തമായ ധാരണ താരങ്ങളെ പറ്റിയും സാങ്കേതിക അമിതാഭ് ബച്ചൻ അടക്കമുള്ളവരുടെ കാസ്റ്റിങ്ങിനെ കുറിച്ചും കേട്ടിട്ടുന്നു. ആരുടെയും കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. ആരുടെയും പേരുകൾ പറയാറായിട്ടില്ല മോഹൻലാൽ ഒഴിച്ച്. കാരണം ഒരുപാട് പേരെ നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് പേരെ നമ്മുടെ കാസ്റ്റിംഗ് ടീം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആരുമായിട്ടൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയോ അല്ലെങ്കിൽ ആരുമായിട്ടൊരു ഒരു 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 ധാരണ ഉണ്ടാക്കുകയോ ചെയ്യാതെ അവരുടെ പേര് പറയുന്നത് ഉചിതമല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ആരെയും അമിതാഭ് ബച്ചൻ അടക്കമുള്ളവർ ഇപ്പോഴും ഉറപ്പ് എന്ന് പറയാറായിട്ടില്ല. സാബു ചെറിയാൻ 1000 കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റ് ഇന്ത്യൻ ഭാഷകളിൽ സിനിമയ്ക്ക് ആ നിലയിലുള്ള ശേഷി കൈവന്നു. ഇപ്പോൾ ബാഹുബലി 2 എഡീഷനും കൂടെ 430 കോടിയാണ്. മഹാഭാരതവും അല്ലെങ്കിൽ ഈ രണ്ടാം ഊഴവും 2 എഡീഷനാണ്. ഒരു സിനിമ വന്ന് 100-ാം ദിവസം രണ്ടാമത്തെ സിനിമ എന്നുള്ള നിലയിലാണ്. അത്രയ്ക്കും വിപുലമായിട്ടുള്ളൊരു കാഴ്ച സോഴ്സ് ഇപ്പോൾ ഇന്ത്യൻ സിനിമയ്ക്കുണ്ട്. അല്ല, ബാഹുബലിയുടെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ബാഹുബലി ഇന്ത്യ തന്നെ 1000 കോടി കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും മഹാഭാരതം വരുമ്പോൾ കുറച്ചുകൂടെയും ആൾക്കാർക്ക് അറിയാവുന്ന ഒരു സബ്ജക്റ്റ് അപ്പോൾ കാണാൻ എന്തായാലും താല്പര്യം ഉണ്ടാവും. അമീർ ഖാൻ്റെ ദംഗലും ഇപ്പോൾ ഏതാണ്ട് 1800 കോടിയായി. അപ്പോൾ വലിയ സിനിമ വന്നത് എപ്പോഴും നല്ലതാണ്. കാരണം എന്ന് വെച്ചാൽ ആൾക്കാർക്ക് അങ്ങനെയുള്ള സിനിമകൾ കാണാൻ ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും. അത് ബാഹുബലി ഇപ്പോൾ കേരളത്തിൽ തന്നെ 50 കോടി എത്തിക്കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ളൊരു സിനിമ കാണാൻ ആൾക്കാർക്ക് താല്പര്യമുണ്ട്. ഇപ്പോൾ ശ്രീകുമാർ തന്നെ പറഞ്ഞ മാതിരി ഇത് ഇന്ത്യ മുഴുവൻ മാത്രമല്ല, വേൾഡിലേക്കും ഇന്ത്യ മഹാഭാരതം എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഏറ്റവും നല്ല രീതിയിൽ എടുത്താൽ ഇംഗ്ലീഷ് പോലും നന്നായി പോകാൻ സാധ്യതയുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ബാഹുബലി ഇപ്പോൾ 3rd നിൽക്കുകയാണ് ഹോളിവുഡിൽ ഇങ്ങനെ കൂട്ടിയാൽ. മറ്റേ അവതാറും അവഞ്ചേഴ്സും കഴിഞ്ഞാൽ 3rd ഇപ്പോൾ ബാഹുബലി എത്തി. അപ്പോൾ അത് എത്തിയെങ്കിൽ തീർച്ചയായിട്ടും മഹാഭാരതത്തിന് അത് വരാം. ശ്രീകുമാറിനെ പോലുള്ള ഒരാൾ സിനിമ ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ, പക്ഷേ ആർട്ട് ഫിലിമിൽ അദ്ദേഹം കൃത്യമായിട്ട് മാർക്കറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് പരിചയമില്ല അദ്ദേഹത്തെ, പക്ഷേ ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് തന്നെയല്ല, ഷെട്ടി എന്ന് പറയുന്ന ഒരാൾ ബിസിനസ്സിൻ്റെ അഗ്രഗണ്യനാണ്. 1000 കോടി രൂപ മുടക്കാൻ തയ്യാറാവുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ വരുംവരായികളെല്ലാം ആലോചിച്ച് തന്നെ ആയിരിക്കുമല്ലോ ചെയ്യുന്നത്. പിന്നെ ഈ വിവാദത്തിൻ്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അങ്ങോട്ട് അതിലേക്ക് വരാം. ശ്രീ PS ശ്രീധരൻപിള്ള, മലയാളത്തിൻ്റെ പുണ്യമാണ് MT വാസുദേവൻ നായർ. കേരളം കണ്ട ഏറ്റവും, അല്ലെങ്കിൽ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളാണ് മോഹൻലാൽ. VS ശ്രീകുമാറിനെ പോലെ ഇങ്ങനെ ഒരു കപ്പാസിറ്റിയുള്ള സംവിധായകൻ ഉയർന്നു വരുന്നു. ഇന്ത്യയിലെ ഏറ്റവും ചെലവേറിയ ചിത്രം എന്ന് പറയുമ്പോൾ ഈ ആഴ്ച പ്രധാനമന്ത്രിയെ BR ഷെട്ടിയും VS ശ്രീകുമാർ മേനോനും കാണുന്നത് മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊജക്റ്റിൽ ഇത് ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി, മേക്ക് ഇൻ ഇന്ത്യ പ്രൊജക്റ്റിൽ ഇത് ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ അത്തരം പദ്ധതികൾ വിവാദത്തിൽ പെട്ടുപോകാതിരിക്കാൻ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളൊക്കെ തന്നെ ആയിരുന്നു എന്നുള്ളത് ഈ ഘട്ടത്തിൽ ഓർക്കുമല്ലോ. നികേഷ്, ഇതിലെ ഒരു പ്രശ്നമുള്ള, എനിക്ക് തോന്നുന്നു ഒരു പ്രശ്നം ഇതിൽ വരുന്നില്ല. ആരും ബലപ്രയോഗത്തിലൂടെ
കാരണം നിയമവാഴ്ചയുള്ള നാട്ടിൽ ബലപ്രയോഗത്തിനൊന്നും ആരും പറയില്ല. ഞങ്ങൾ സംഘപരിവാർ ഒരിക്കലും പറയില്ല. ഈ ബാൽ താക്കറെയോ മറ്റോരോ ഒക്കെ കരകാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ചില ആ ശൈലിയല്ല ഞങ്ങളുടേത്. ഇപ്പം മാറാട് 8 പേരെ കൊന്നിട്ട് തിരിച്ചടിക്കേണ്ട, നിയമത്തിൽ പോയാൽ മതി തീരുമാനിച്ചവരാ. ആരും ഇതൊന്നും കേരളത്തിൽ അംഗീകരിക്കുന്നില്ല. RSSൻ്റെ തീരുമാനമായിരുന്നു. അത്രമാത്രം ത്യാഗത്തോടു കൂടി കാര്യങ്ങളെ കാണുന്ന സമൂഹ പ്രതിബദ്ധതയോടെ കഴിയുന്ന ആൾക്കാരാണ്. പക്ഷെ ഞങ്ങളെ പ്രചരിപ്പിക്കുന്ന ഇങ്ങനെയാണ്. എന്ത് ചെയ്യാൻ സാധിക്കും? ടീച്ചർ ഇപ്പോൾ വിശദീകരിച്ചു, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല എന്ന്. അപ്പോൾ ഇത് വരുന്ന അവസരത്തിൽ നിയമം നിസ്സഹായമല്ല. നമ്മുടെ VC ശുക്ല അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ അദ്ദേഹം മന്ത്രിയായിരുന്ന അവസരത്തിൽ കിസാക്കുറിശിക്ക് എന്താ പേര് ഞാൻ ഓർക്കുന്നില്ല, ഞാൻ ഡിസിഷൻ വായിച്ചതാണ്. അതിൽ ഇതെല്ലാം പറയുന്നുണ്ട്. എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ ചെയ്യാതിരിക്കാൻ സാധിക്കുമോ, സിനിമയെ സംബന്ധിച്ച് എന്താണ് വേണ്ടതെന്നുള്ളത് അതാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് മാനദണ്ഡങ്ങൾ സുപ്രീം കോടതിയുടെ ഉത്തരവെന്ന് പറഞ്ഞാൽ ലോ ഓഫ് ദ ലാൻഡാണ്, ഈ രാജ്യത്തിൻ്റെ നിയമമാണ്. ആ നിയമവാഴ്ചക്കനുസരിച്ച് പ്രധാനമന്ത്രി ഉൾപ്പെടെ എല്ലാവരും നിൽക്കുകയുള്ളൂ. അതുകൊണ്ട് ഇതൊരു വിവാദമാക്കേണ്ട ആവശ്യമില്ല. പേരിൻ്റെ കാര്യത്തിൽ ആക്ഷേപമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ആക്ഷേപം ഉന്നയിക്കാം. അതൊക്കെ പരിഗണിക്കാനുള്ള സംവിധാനമുണ്ട് നിയമത്തിൽ. ആ നിയമവാഴ്ചയിൽ വിശ്വസിച്ചുകൊണ്ട് സംഘപരിവാർ പ്രസ്ഥാനം മുന്നോട്ട് പോകുകയുള്ളൂ എന്നുള്ള കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പുണ്ട്. നിങ്ങൾ സമയം തരാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, കാശ്മീർ നോക്കട്ടെ, ഒറ്റ ഉദാഹരണം പറയാം. ഖാലിസ്ഥാനിൽ ഹിന്ദുക്കളെ കൂട്ടമായി കൊല്ലുന്നു. RSS നിലപാടെന്താ? തിരിച്ചൊന്നും ചെയ്യരുതെന്നായിരുന്നു. അതേ സമയത്ത് അന്നത്തെ ഹിന്ദു സുരക്ഷാ സേന എന്ന് പറഞ്ഞുകൊണ്ട് ബാൽ താക്കറെ അയച്ചു. ബാലാസാഹബ് ദേവറസിൻ്റെ നിലപാട് ഒരിക്കലും തിരിച്ചടിക്കരുതായിരുന്നു. അതുകൊണ്ട് അല്ലെങ്കിൽ ഹിന്ദു ഗ്രാമങ്ങളും സിഖ് ഗ്രാമങ്ങളുമായി പഞ്ചാബ് 2ആയി മാറുമായിരുന്നു, ഖാലിസ്ഥാൻ സാധ്യതപ്രായമാകുമായിരുന്നു. അതുകൊണ്ട് ഈ കാര്യത്തിൽ കാഴ്ചപ്പാടുള്ള, നാടിനെപ്പറ്റി കാഴ്ചപ്പാടുള്ള പ്രസ്ഥാനമാണ്. ഞങ്ങളെ ഇങ്ങനെ അപമാനിക്കരുത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട്. ഇത്തരത്തിൽ ഒരു സിനിമ വരുമ്പോൾ ഉണ്ടാകുന്ന ഈ തീവ്ര നിലപാടുകളോടുകൂടിയുള്ള അഭിപ്രായം എത്രത്തോളം സിനിമയെ ബാധിക്കാറുണ്ട് സാധാരണഗതിയിൽ? അല്ല, സിനിമയെ ബാധിക്കലല്ല. ഇപ്പം ആ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പബ്ലിസിറ്റിയാണ്, അതിന് സംശയമില്ല. പക്ഷേ ഇത് സിനിമയിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഇത് ഈ പറഞ്ഞ മാതിരി ഒരു വളരെ ഒരു വൈകാരികമായിട്ട് എടുത്താൽ തിയേറ്റർ കയറി നശിപ്പിക്കുകയൊക്കെ ചെയ്താൽ തിയേറ്ററുകാർ ഇത് കളിക്കാൻ തയ്യാറാവില്ല. കാരണം വെച്ചാൽ അവരുടെ തിയേറ്ററിൻ്റെ പ്രൊട്ടക്ഷൻ അവർ നോക്കണ്ടേ. അപ്പോൾ ഇങ്ങനെയുള്ള ഇപ്പോൾ ഓരോ സംഘടനകൾ അത് തിയേറ്ററിൽ കളിക്കാൻ സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് തിയേറ്ററുകാരാണ് അതിൽ നിന്ന് പിന്മാറുക. ഇത് മഹാഭാരതം എന്ന് പറഞ്ഞ ഒരു പേര് കൊടുത്തിട്ട് എനിക്ക് തോന്നുന്നില്ല വിവാദമുള്ളൊരു സിനിമ ശ്രീകുമാർ ചെയ്യുമെന്ന് എനിക്ക് വിശ്വാസമില്ല. കാരണം അത് ഇന്ത്യ മുഴുവൻ ഓടിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഇപ്പോൾ 2-ാം ഊഴത്തിൽ എന്തെങ്കിലും വിവാദം ഉണ്ടെങ്കിൽ പോലും അതും മാറ്റിയേ ചെയ്യുള്ളൂ എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇല്ലാതെ 1000 കോടി രൂപയൊന്നും കൊണ്ട് ഇടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശശികല ടീച്ചർ, ഇക്കാര്യത്തിൽ നിലവിൽ ശ്രീകുമാർ പ്രഖ്യാപിച്ച നിലയ്ക്ക് ആണ് കാര്യങ്ങൾ പോകുന്നത് എങ്കിൽ എന്തായിരിക്കും നിലപാട്? അത് കുറെ കൂടി മയപ്പെടുത്തിയതാണ് എന്ന തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന പ്രതിഷേധം എന്താണ് ശശികല ടീച്ചർ പറഞ്ഞത് എന്നെ സംബന്ധിച്ച് എല്ലാവരുടെയും മനസ്സിലുണ്ടല്ലോ. ആ ഒരൊറ്റ വാക്കൊഴിച്ച് നിലപാട് പുതുക്കാൻ തയ്യാറുണ്ടോ? ആ പ്രതിഷേധം മഹാഭാരതം എന്ന ഗ്രന്ഥത്തോടുള്ള ബഹുമാനം കൊണ്ട് ഇവിടെ ഔട്ട് ഓഫ് കേരള ഇതിന്റെ പേര് പറഞ്ഞത് മഹാഭാരതം ബേസ്ഡ് ഓൺ MT രണ്ടാമൂഴം എന്നാണ്. ശരിക്കും 2-ാം മൂഴം ബേസ്ഡ് ഓൺ മഹാഭാരതം അല്ലേ? MTയുടെ 2-ാം മൂഴത്തെ ആസ്പദമാക്കിയല്ലോ മഹാഭാരതം രചിച്ചിരിക്കുന്നത്. മഹാഭാരതത്തെ ആസ്പദമാക്കിയാണ് 2-ാം മൂഴം രചിച്ചിരിക്കുന്നത്. അപ്പൊ അത് തന്നെ അതിന്റെ ഒരു മുൻഗണനാ ക്രമം മാറുക എന്നൊക്കെ ഉള്ളത് തീർച്ചയായും അത് നമ്മുടെ ഒരു പാരമ്പര്യമാണ് മഹാഭാരതം എന്നുള്ളത്. അപ്പൊ അത് മഹാഭാരതത്തെ ബേസ് ചെയ്തുകൊണ്ട് സ്ക്രിപ്റ്റ് എഴുതി നമുക്ക് മഹാഭാരതം എന്ന പേരിൽ ഇറക്കണമുണ്ടോ, 10,000 കോടി ഇറക്കണമുണ്ടോ, യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല. അത് ഈ പറഞ്ഞ പോലെ ഇത്തരം മഹാരഥന്മാരൊക്കെ അത് തന്നെ വേണം. 2-ാം മൂഴം എന്നുള്ളതിനെ ബേസ് ചെയ്ത് 2-ാം മൂഴം എന്ന പേരിൽ സിനിമ ഇറങ്ങണം. അതല്ല എങ്കിൽ ഞാൻ പ്രസംഗത്തിൽ പറഞ്ഞതും എല്ലായിടത്തും ഉദ്ദേശിച്ചതും ഈ നേരത്തെ PS ശ്രീധരൻപിള്ള സാർ പറഞ്ഞ അതേ തലം തന്നെയാണ്. ഇവിടെ പേരിടുന്നതിന് വ്യക്തമായ മാനദണ്ഡങ്ങളുണ്ട്. ആ പേരിടുന്ന സിനിമ തിയേറ്റർ കാണില്ല എന്നാണ് പറഞ്ഞത്. അത് തിയേറ്ററുകൾ അവിടെ കാണില്ല എന്നല്ല. നമുക്കറിയാം, പൊന്മുട്ടയിടുന്ന തട്ടാൻ എന്ന പേരിൽ ഒരു സിനിമ ഇറങ്ങിയപ്പോൾ അതിനെതിരെ കേസ് കൊടുത്തപ്പോൾ അത് പൊന്മുട്ടയിടുന്ന താറാവ് എന്നാക്കേണ്ടി വന്നു. അപ്പൊ ഇതുപോലെ ഇതിന് പേരിൽ കേസ് കൊടുക്കാൻ സാധിക്കും. 2-ാം മൂഴത്തെ ആസ്പദമാക്കിയാണ് മഹാഭാരതത്തിന് അത് കേസ് കൊടുക്കാൻ സാധിക്കും. ആ നിലയിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകും. ആ പേര് 2-ാം മൂഴത്തിന്റെ സ്ക്രിപ്റ്റിനെ ആസ്പദപ്പെടുത്തിക്കൊണ്ട് മഹാഭാരതം എന്ന പേരിൽ ഒരു സിനിമ വരുന്നതിലൂടെ വ്യക്തമായോ ആശയപരമായോ എനിക്ക് യോജിപ്പില്ല. PS ശ്രീധരൻപിള്ള ഇപ്പോഴും പറയുന്നത് തിയേറ്റർ കാണില്ല എന്നാണ്. ഇതാണ് താക്കറൈസം. അവർ പറഞ്ഞതെന്താ? നിങ്ങൾ പറയുന്ന ഈ ബലപ്രയോഗത്തിൽ കൂടെ തിയേറ്ററിൽ കയറിയിട്ട് കത്തിക്കുന്ന ആൾക്കാരായിട്ട് പ്രാകൃതമായിട്ടല്ല നിങ്ങൾ ചിത്രം കാണേണ്ടത്. അവർ പറഞ്ഞ് അവർക്ക് അതിൽ ഒബ്ജക്ഷനായിട്ട് വന്നാൽ നിയമപരമായ നടപടിക്ക് അവർ പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ പോകാനുള്ള സ്വാതന്ത്ര്യമില്ലേ?
അല്ല, നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകുന്നതിലൊന്നും യാതൊരു വിരോധവുമില്ല. ഇനി അങ്ങനെ ഒരു നിയമ നടപടി ഉണ്ടെങ്കിൽ തന്നെ പൗരന്മാർക്ക് അതുകൊണ്ട് ഇതൊരു വിവാദമാക്കേണ്ട ആവശ്യമില്ല. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതിലുള്ള സിനിമയെ സംബന്ധിച്ചിടത്തോളം ആശയപരമായിട്ട് അത് പറയാനുള്ള എല്ലാത്തിനും അംഗീകരിക്കുന്ന വിശാല കാഴ്ചപ്പാട് ആണ് ഹിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് സെമിറ്റിക് മതങ്ങളെ പോലെ ചുരുക്കിയല്ല കാണുന്നത്. അത് ടീച്ചറായാലും ശ്രീധരൻപിള്ളയായാലും എല്ലാ പൊതു പ്രസ്ഥാനങ്ങളും മതങ്ങൾ സമൂഹമാകെ തന്നെയും വല്ലാതെ ചുരുങ്ങി വരുന്നുണ്ടോ? തീർച്ചയായിട്ടും. പക്ഷേ ഞാൻ പറയണേ, ഇപ്പം മതങ്ങൾ ചുരുങ്ങി വരുന്നു എന്നുള്ളതിനേക്കാൾ ഒരു സിനിമയെ അതുമായിട്ട് ബന്ധപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല. കാരണം സിനിമ വേറൊരു സൃഷ്ടിയാണ്. ഒരു 2 മണിക്കൂർ അത് കണ്ടിറങ്ങിയ ഉടനെ ആൾക്കാർ അത് വെച്ചിട്ട് മാറാനൊന്നും പോകുന്നില്ല. ഇവിടെ ശശികല ടീച്ചർ പറയുന്നത് അരനാഴിക നേരം, ഓടയിൽ നിന്ന്, ചെമ്മീൻ, ഇതൊക്കെ സിനിമയായപ്പോൾ ആ പേരുകളായിരുന്നു ഉണ്ടായിരുന്നത്. വേറൊരു പേരിലേക്ക് വരുമ്പോൾ, അതും മഹാഭാരതം പോലൊരു എപ്പിക്കിലേക്ക്, ഒരു ഇതിഹാസത്തിലേക്ക് വരുമ്പോൾ അവരുടേതായ വികാരം വ്രണപ്പെടുന്നു എന്നാണ്. അല്ല, അത് തന്നെ ഞാൻ പറഞ്ഞു. 1000 കോടി രൂപ മുടക്കി ശ്രീകുമാർ ഷെട്ടിയും കൂടെ ഒരു പടം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു വിവാദം ഉണ്ടാക്കാൻ അവർ ശ്രമിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. 2-ാം ഊഴം ആയിരിക്കും അതിൻ്റെ ബേസ്. പക്ഷേ അത് മഹാഭാരതമായിട്ട് കൂടുതൽ യോജിക്കുന്ന രീതിയിൽ തന്നെ അവർ സിനിമ എടുക്കുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം 1000 കോടി രൂപ അവരാണ് ഇടുന്നത്, വേറെ ആരും അല്ല ഇടുന്നത്. അവർക്കത് തിരിച്ചു കിട്ടുക എന്നുള്ളത് അവരുടെ ആവശ്യമാണ്. അപ്പോൾ ഒരു വിവാദം ഉണ്ടാക്കി തിയേറ്ററിൽ കളിക്കാൻ പറ്റാത്ത ഒരു സിനിമ അവരെടുത്ത് 1000 കോടി മുടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ ബുദ്ധിപരമായിട്ട് തന്നെ സിനിമ ചെയ്യുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബാഹുബലി ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ ചിലവുള്ളത്. അതിൻ്റെ 5 ഇരട്ടി ആണ് ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്. ഇത് ഇന്ത്യൻ ഭാഷകളിൽ മാത്രമായി വരികയാണെങ്കിൽ, ഇപ്പോൾ ദംഗൽ നമുക്കറിയാം. ദംഗൽ എന്ന് പറയുന്നത് ഒരു കായിക വിനോദവുമായി ബന്ധപ്പെട്ടുള്ള, അത് എല്ലാവരുമായിട്ടും ഐഡൻറ്റിഫൈ ചെയ്യപ്പെടും. അതുപോലെ തന്നെ ബാഹുബലി എന്ന് പറയുന്നത് വെറും ഒരു അമർചിത്ര കഥയാണ്. അതും എല്ലാവർക്കും ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നതാണ്. മഹാഭാരതം അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുമെന്നും 1000 കോടി ഇന്ത്യയിൽ നിന്ന്, 1000 കോടി എന്ന് പറയുമ്പോൾ 1000 കോടി ഉണ്ടാക്കിയാൽ പോരല്ലോ, അതിൻ്റെ കൂടുതൽ ഉണ്ടാക്കണം. അപ്പോൾ ആ നിലയിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യപ്പെടും എന്ന് വിശ്വസിക്കാൻ തോന്നുന്നുണ്ടോ താങ്കൾക്ക്? തീർച്ചയായിട്ടും. കാരണം മഹാഭാരതം അറിയാത്ത ആരോ ഉള്ളത്? ഇപ്പോൾ ഹിന്ദു അല്ല, ക്രിസ്ത്യൻ ആയാലും മുസ്ലിം ആയാലും മഹാഭാരതം അതിൻ്റെ കഥ അറിയാൻ പാടാത്ത ആരും തന്നെ ഉണ്ടെന്ന് വിശ്വസിക്കില്ല. കാരണം ഇപ്പോൾ ഞാനൊക്കെ ചെറുപ്പം പോലെ ടി വിയൊക്കെ ആദ്യം വന്നപ്പോൾ നമ്മൾ കാണുന്ന ദൂരദർശനിൽ കാണുന്നത് അന്ന് മഹാഭാരതത്തിൻ്റെ ഓരോ എപ്പിസോഡുകളായിരുന്നു. ഇതെല്ലാം നമ്മളിരുന്ന് വലിയ അത്ഭുതത്തോടെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതെല്ലാ വിഭാഗത്തിനും കാണാവുന്ന സിനിമയാണ്, ഒരു സംശയമില്ല. അവരുദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ശ്രീകല ടീച്ചറൊക്കെ പറയുന്നത് ഇത് മോശമായ രീതിയിൽ എടുത്താൽ എന്നുള്ളതാണ്. അതൊരിക്കലും അവർ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം മഹാഭാരതം പോലൊരു മഹാ ഇതിഹാസം ഒരിക്കലും ഒരു മോശമായിട്ട് അവർക്ക് എടുക്കാൻ സാധിക്കില്ല. ശശികല ടീച്ചർ 1985 ഇംഗ്ലീഷിൽ 9 മണിക്കൂർ നീണ്ട ഒരു അഡാപ്റ്റേഷൻ ഉണ്ടായിട്ടുണ്ട്, പീറ്റർ ബ്രൂക്ക്. അതുപോലെ തന്നെ 90കളിൽ നമുക്കറിയാം ടെലിവിഷൻ സീരിയലായിട്ടും മഹാഭാരതം വന്നിട്ടുണ്ട്. അതൊക്കെ കാരണമാണ് പിൽക്കാലത്ത് ഈ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ള വാദം പോലുമുണ്ട്. അപ്പോൾ അന്നൊന്നും ഇതിനെതിരെ പ്രതിഷേധം ഉയർന്നില്ല. TV സീരിയലിൽ മഹാഭാരതമാണ്, വേദവ്യാസൻ്റെതാണെന്നൊന്നും പറഞ്ഞേക്കരുത്. അതിൻ്റെ നിലവാരം എന്താണ് എന്നറിയാം. അന്നൊന്നും ഇല്ലാത്ത പ്രതിഷേധം ഇപ്പോൾ ഉയരാൻ കാരണം ഞാൻ പറഞ്ഞില്ലേ, പൂമ്പാറ്റ അമർ ചിത്രകഥ വരെ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. കാരണം അത് അതിന്റെ കഥാപാത്രങ്ങളുടെ മൂഡ് മാറ്റിയിട്ടില്ല. വ്യക്തമായിട്ടുള്ള സംഭവങ്ങൾ നാടകീയതയ്ക്ക് വേണ്ടിയൊക്കെ സിനിമയാക്കിയപ്പോ പക്ഷെ ഒരു മൂഡുണ്ട്. ഇപ്പോ കുന്തിദേവിയെ പറ്റിയോ അല്ലെങ്കിൽ പാഞ്ചാലിയെ പറ്റിയോ ഭീമനെ പറ്റിയോ അവിടെ ഒരു മൂഡുണ്ട്. പക്ഷെ 2-ാം ഊഴം ആ മൂഡ് അങ്ങനെയല്ല. ആ കഥാപാത്രം എങ്ങനെയാണോ നോക്കൂ, എനിക്ക് ശബ്ദം തകരാറിലാണെന്ന് തോന്നുന്നു. ശ്രീ PS ശ്രീധരൻപിള്ള, ഇതാണ് പ്രശ്നം. ഒരു കലാസൃഷ്ടി അതിൻ്റെ മേന്മ നോക്കിയല്ല വിലയിരുത്തുന്നത്. പകരം അമർചിത്ര കഥയായാലും വേണ്ടിയില്ല, TV സീരിയലായാലും വേണ്ടിയില്ല, എത്ര മൂല്യത്തകർച്ചയുള്ളതായാലും വേണ്ടിയില്ല, ഈ പറയുന്ന മൂഡ് എന്ന വാക്ക് അതുകൊണ്ട് എന്താണ് അർത്ഥം ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയില്ല. അതുണ്ടായാൽ മാത്രം മതി എന്ന് കരുതുന്ന നിലത്തിലേക്ക് നമ്മൾ തരം താഴുകയാണ്. അല്ല, അവർ പറഞ്ഞാൽ അവരോട് ചോദിക്കൂ, അത് അവരോടാണ് ചോദിക്കേണ്ടത്. ഞാനൊരു കാര്യം പറയാം. MTയുടെ 2-ാം ഊഴത്തിൽ അദ്ദേഹം ഒരു കഥ അതിൽ പറഞ്ഞ ഒന്നിനെ സംബന്ധിച്ചുള്ള വൈകാരികമായ മനുഷ്യൻ്റെ മനസ്സിലൂടെയുള്ള ഒരപഗ്രതരത്തിൽ അദ്ദേഹം തയ്യാറ്. അദ്ദേഹത്തിൻ്റെ വഴി സ്വീകരിക്കാൻ അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമുണ്ട്. 2-ാം ഊഴത്തെ ആരും എതിർത്തിട്ടില്ല, എതിർക്കാനും സാധിക്കില്ല. അതുപോലെ വടക്കൻ വീരഗാഥയിൽ അദ്ദേഹത്തിൻ്റെ ആ ഇന്നവേഷനാണ് അദ്ദേഹത്തിൻ്റെ അസറ്റ്. ഒരു എഴുത്തുകാരൻ്റെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറഞ്ഞത് അത്തരത്തിൽ നിലവിലുള്ള ഒന്നിൽ തൻ്റേതായ വ്യാഖ്യാനങ്ങൾ നൽകിക്കൊണ്ട് അത് ജനങ്ങൾക്ക് എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം, ആ പ്രസൻറ്റ് ചെയ്യുന്ന വിജയിക്കുമ്പോഴാണ്.
അല്ലാതെ അത് തന്നെ അതുപോലെ എടുത്ത് കൊടുക്കുകയല്ല ചെയ്യുന്നത്. അങ്ങനെയൊന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ടീച്ചർ പറയുന്നതിനെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചിട്ട് പറയരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ടീച്ചർ പറഞ്ഞ ഒരു കാര്യം ഇങ്ങനെയാണ് എന്നുള്ള ഒരു അഭിപ്രായമാണ് അവർ പറഞ്ഞത്. അതിനുവേണ്ടി അവർ വേണ്ടി വന്നാൽ നിയമത്തിൻ്റെ വഴി തേടും എന്നുമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതിനവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. അത് നോക്കിയിട്ട് ചെയ്യേണ്ടത് മറ്റവരാണ്. അതിനർത്ഥം MT ഒരു കഥാപാത്രത്തെ രണ്ടാം ഊഴത്തിൽ വ്യാഖ്യാനിക്കുമ്പം എങ്ങനെ വേണമെന്ന് ആരോട് സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ട ആവശ്യമൊന്നും MTക്കില്ല. MT എന്നല്ല ഏത് എഴുത്തുകാരനും അത് വ്യാഖ്യാനിക്കാൻ. ശശികല ടീച്ചർ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട് എങ്കിൽ എന്താണ് ആ മൂഡ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓരോ കഥാപാത്രത്തിനും ഇല്ലേ ഒരു കൃതി രചിക്കുന്നയാള് ഒരു കഥാപാത്രത്തെ ഒരു പ്രത്യേക ഭാവത്തിലായിരിക്കാം സൃഷ്ടിച്ചിട്ടുണ്ടാവുക. ആ ഭാവത്തിനനുസരിച്ച് അതിലേക്ക് എങ്ങനെയാണ് രണ്ടാം ഊഴം വ്യത്യസ്തമാകുന്നത്? രണ്ടാം ഊഴം വ്യത്യസ്തമാണ്. രണ്ടാം ഊഴത്തിലെ ഇപ്പോ യുധിഷ്ഠിരന്റെ പിതൃത്വം മഹാഭാരതത്തിൽ പറയുന്നതാണോ രണ്ടാം ഊഴത്തിൽ പറയുന്ന പിതൃത്വം? ഈ 5 മക്കളുടെയും പിതൃത്വത്തെ മഹാഭാരതത്തിൽ പറയുന്നതല്ല രണ്ടാം ഊഴത്തിലെ പിതൃത്വത്തെ പറ്റി പറയുന്നത്. അതേപോലെ തന്നെ ഭീമന്റെ മനസ്സ് തന്നെ, ഭീമൻ MT വാസുദേവൻ നായർ അദ്ദേഹത്തിന്റെ ഭാവനയിലൂടെ കണ്ടു. മഹാഭാരതത്തിലെ ഭീമന്റെ കാഴ്ചപ്പാടുകളല്ലത്. മഹാഭാരതത്തിലെ ഭീമന്റെ മൂടല്ല അവിടെ പറയുന്നത്. ഭീമൻ ഇങ്ങനെ തനിക്ക് മറ്റേ ജ്യേഷ്ഠന്മാർ അല്ലെങ്കിൽ തന്റെ സഹോദരന്മാരുടെ തനിക്ക് തന്റെ ഭാര്യയെ കിട്ടാൻ വേണ്ടി കൊതിച്ചു നടക്കുന്ന ഒരു സ്ത്രീ ലംബടനാണ് എന്ന നിലയിൽ മഹാഭാരതം വായിച്ച് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് ഒരു പക്ഷേ ഒരു വലിയ ഭാവനയൊന്നും ഇല്ലാത്തോണ്ടാകാം, അല്ലെങ്കിൽ വലിയ ചിന്താശേഷി ഇല്ലാത്തോണ്ടാകാം, എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അപ്പൊ ഇത് വളരെ നല്ല, ഈ ഭീമനും നല്ലതാണ്, ആ ഭീമനും നല്ലതാണ്. പക്ഷേ ഈ ഭീമൻ രണ്ടാം ഊഴത്തിലെ ഭീമനാണ്. അതുകൊണ്ട് അത് രണ്ടാം ഊഴം എന്ന പേരിൽ ഇറങ്ങിയാൽ തീർച്ചയായും അതല്ലേ കൂടുതൽ നല്ലത്. അതാണ് ഞാൻ നേരത്തെ സുനിൽ പി ഇളയിടത്തിനെ കോട്ട് ചെയ്തത്. നാടോടി ആഖ്യാനങ്ങൾ മുതൽ നോവലുകളും നാടകങ്ങളും ചലച്ചിത്രവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. വ്യത്യസ്തമായ ആഖ്യാനങ്ങളിലൂടെയാണ് നാം മഹാഭാരതത്തെ അറിഞ്ഞത് തന്നെ. അതെ, സുനിൽ പി ഇളയിടത്തെ പോലുള്ളവർക്ക് ഭാരതത്തിൻ്റെതെല്ലാം ഒന്നും ഇല്ല എന്ന് വരുത്തി തീർക്കേണ്ടത് ആവശ്യമാണ്. ഇപ്പൊ ഇത്രയും കാലം രാമായണവും മഹാഭാരതവും നമ്മൾ ഈ ഭാരതത്തിന്റെ ഇതിഹാസമായി അവതരിപ്പിച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഇങ്ങനൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് മഹാഭാരതം ഏച്ചുകെട്ടിയതാണ്, അല്ലെങ്കിൽ അത് നാടോടി സാഹിത്യത്തിൽ കൂടി വന്നതാണ് എന്നൊക്കെ പറഞ്ഞ് അതിനെ പൊളിച്ചെഴുതുക. അപ്പൊ അതാണോ ഇതിന്റെ ഉദ്ദേശം? അതിനെ പൊളിച്ചെഴുതുക എന്നുള്ളതാണോ? അങ്ങനെ നമ്മൾ ഓരോ കാവ്യങ്ങളെയും വിലയിരുത്തി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓരോ കൃതിയെയും ഓരോ വിശ്വാസത്തിനപ്പുറത്തേക്ക് നമ്മൾ ഇതുപോലെയൊക്കെ ഗവേഷണം നടത്തി പറയാറുണ്ടോ? ഹൈന്ദവ ഗ്രന്ഥങ്ങളെ അല്ലാതെ മഹാഭാരതത്തെയോ ഭാഗവതത്തെയോ ഒക്കെ ഇത്തരത്തിലുള്ള ഗവേഷണം നടക്കുന്നു. മറ്റ് ഗ്രന്ഥങ്ങളുടെ പേരിൽ ഗവേഷണം നടക്കാറുണ്ടോ? മഹാഭാരതത്തിനു മേൽ ഉടമസ്ഥാവകാശം സ്ഥാപിക്കാനാണ് ഹിന്ദുത്വവാദികൾ ശ്രമിക്കുന്നത്. പ്രാചീന ഇന്ത്യയുടെ ബഹുസ്വരതാത്മക പാരമ്പര്യത്തിൻ്റെ ഏറ്റവും മികച്ച നീക്കിവയ്പ്പാണ് ഇത്. ബ്രാഹ്മണീയമായ മന്ത്രസാഹിത്യത്തിനെതിരെ ഉയർന്നു വന്ന സൗദ സാഹിത്യത്തിൻ്റെ ലോകം കൂടിയാണിത്. ഇതിനൊക്കെയുള്ള മറുപടിയാണ് സുനിൽ തന്നിരിക്കുന്നത്. അതിങ്ങനെ ഇനിയും കുറെ കൂടെ വ്യാഖ്യാനങ്ങളൊക്കെ വിശദീകരണങ്ങളൊക്കെ, ഇതിങ്ങനെ കുറച്ച് സ്റ്റെൻസിൽ ചെയ്ത കുറച്ച് വാചകങ്ങളുണ്ട് നമുക്ക്. ബ്രാഹ്മണ്യമതം, ആര്യമതം അല്ലെങ്കിൽ ബൗദ്ധ, ഇങ്ങനെ കുറച്ച് വാചകങ്ങൾ വെച്ചുകൊണ്ട് നമുക്കിതൊന്നും ഒന്നുമല്ല എന്നാക്കി തീർക്കണം. അതൊക്കെ ഇത്രയും പ്രശസ്തമായ ഒരു കാവ്യത്തെ പറ്റി അങ്ങനെയൊക്കെ പറയാൻ ഇവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ അതിനെ കുട്ടിക്കാലം മുതൽ ആദരവോടെ കാണുന്ന എന്നെ പോലുള്ളവർക്ക് ഈ പേരിൽ മറ്റത് ഇറങ്ങരുത് എന്ന് പറയാൻ സ്വാതന്ത്ര്യം ഇല്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾ രണ്ടാംകിട പൗരന്മാരല്ല. ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന എല്ലാ വിധത്തിലുള്ള മൗലിക അവകാശവും എന്നെ പോലുള്ളവർക്കും ഉണ്ട്. ഇളയിടത്തിനെ പോലുള്ളവർക്ക് ഇതിനെയൊക്കെ വിമർശിക്കാൻ സ്വാതന്ത്ര്യം. ശശികല ടീച്ചർ, PS ശ്രീധരൻപിള്ള, സാബു ചെറിയാൻ, ഒപ്പം തന്നെ ശ്രീകുമാർ മേനോൻ, വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. നാളെ വീണ്ടും ഇതേ സമയം. നമസ്കാരം.